ശ്രദ്ധിക്കുക. കാന്തപുരത്തിന്റെ കുതന്ത്രങ്ങളെയും കുറ്റ്യാടി മുതൽ പൂനൂര് വരെയുള്ള കവലകളിൽ തന്റെ നാക്കിട്ടടിച്ച് മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷത്തിന്റെ വിത്തുപാകിയ അഹ്ലുസുന്നയുടെ പ്രമാണങ്ങളിൽ പോലും കൈക്കടത്തലുകൾ നടത്തി പേരോടൻ മൗലാനയുടെ നാവടക്കിയ സുന്നി ആദർശ പോരാളി അഹ്ലുസുന്നയുടെ പടവാൾ ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുംപടി LCD സഹിതം നിങ്ങളോട് സംസാരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ CD ഇവിടെ സദസ്സിൽ വിതരണം നടത്തപ്പെടുന്നുണ്ട്. പരമാവധി വലിയ സംഭാവന നൽകണം. ഏറ്റവും ചുരുങ്ങിയത് 60 രൂപ നൽകി നിങ്ങൾ ആ CD കൈപ്പറ്റണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا ومرشدنا محمدا صلى الله عليه وسلم عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل جاء الحق وزهق الباطل إن الباطل كان زهوقا. محمد ذكره روح لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم. يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. സമാധാനമായ യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ മഹത്തായ വേദിയിൽ ഔപചാരികമായി നിർവഹിച്ച അഭിനന്ദനായ ഇസ്തിഖാമയുടെ സംസ്ഥാന ചെയർമാൻ ഉസ്താദ് MT അബൂബക്കർ ദാരിമി, പ്രിയങ്കരനായ ഈ മഹലിന്റെ ഖാദി മുഹമ്മദ് ബാക്കവി, ഇവിടെ നമ്മുടെ ആശ്വാസം സംസാരിച്ച അഭിനന്ദനായ സുന്നി കൈകളുടെ ആവേശമായി മാറിയ സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉഷാദ് സാഹിബ് തായക്കോട്, ബഹുമാന്യായ അബ്ദുൽ സാഹിബ്, ജലീൽ, സനീർ ഫൈസി അടക്കം വേദിയിലും സ്വന്തമായിട്ട് പെണ്ണുമക്കളെ, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സവരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ഈ ശബ്ദം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, ഈ സംരംഭം പ്രയാസപ്പെട്ടുകൊണ്ട് ദൂരം നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വിഘടിത വിഭാഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തികച്ചും സദുദ്ദേശത്തോടുകൂടെ സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ സംരംഭത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ഒരു സംരംഭം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഇന്നലെയാണ് സത്യത്തിൽ ഇങ്ങോട്ടൊരു പരിപാടിയാക്കി സംഘാടനം തീരുമാനിക്കുന്നത്. വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങളൊന്നും നടത്താതെ ഇത്രയും ജനക്കൂട്ടത്തെ ഇവിടെ സംഘടിപ്പിക്കാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ സമൂഹം എത്ര ഗൗരവത്തിലാണ് കാണുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഏതായാലും വ്യാഴാഴ്ച പുളിക്കൽ വെച്ച് നടന്ന സംവാദ വ്യവസ്ഥയോടുകൂടെ ഈ വിഭാഗത്തിന്റെ പ്രമാണം എന്താണെന്ന് പോലും അറിയില്ല എന്ന സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുക. സത്യം പറയാലോ, സംവാദത്തിന്റെ സീഡി നില കിട്ടി കണ്ടപ്പോ ചെറിയ വന്നു. സംവാദത്തിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചാണെങ്കിൽ വീണ്ടും കാണുമ്പോഴാണ് അവരെ മധ്യസ്ഥം ചോദിച്ചു, ഗ്രന്ഥങ്ങളെ കൂട്ടത്തിൽ സനതാണോ നിങ്ങൾക്ക് വേണ്ടത്, വേറെ വല്ലതാണോ വേണ്ടത്? അപ്പൊ സാധു വിചാരി സനത് പറഞ്ഞൊരു കിതാബാണ്. അത്ഭുതം തോന്നും. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവർ പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ മുമ്പിലൊന്നും പറയാ. അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും ജോലിയൊക്കെ വേറെയാണ്. വളരെ ദയനീയമായ അവസ്ഥ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പുളിക്കൽ വെച്ചുകൊണ്ട് പരാജയപ്പെട്ടിട്ട് ഞാനവരെ തൊലിക്കെട്ടി എന്ന് ബോധ്യപ്പെട്ടു. ഏതൊരാൾക്കും ആ സംവാദത്തിന്റെ വ്യവസ്ഥ കാണുമ്പോൾ മനസ്സിലാകും അതവരുടെ പരാജയമാണ്. എന്നിട്ടും ആ വ്യവസ്ഥ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ അവർ പറയാം, തോറ്റിട്ടില്ല, തോൽവി ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. അവർക്കറിയില്ല. അതാണ് വിഷയം. ഏതാണ് തോൽവി, ഏതാണ് ജയം എന്ന് സാധ്യതകൾക്ക് അറിയില്ല. പാവങ്ങൾ. പിന്നെ അസത്യം മാത്രം ജീവിതത്തിൽ പതിവാക്കിയവർക്ക് ഇതും അതിനപ്പുറം പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പൊ നോക്കുന്നു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന, അവർക്കും നമുക്കും അറിയുന്ന ഒരു കാര്യം. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹത്തോട് ചോദിക്കട്ടെ, എപ്പോഴാണ് നിങ്ങളുടെ സമസ്ത ഉണ്ടായത്? എപ്പോഴാണ് കാന്തപുരം KP അബൂബക്കർ മുസ്ലിയാർ പേരറിയപ്പെടുന്ന സമസ്ത എന്ന് പറയപ്പെടുന്ന, നിങ്ങൾ പറയപ്പെടുന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയത്? എല്ലാവർക്കും അറിയില്ല. ഷെയ്ഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഇതിന് സമസ്ത ഉണ്ടാക്കിയിട്ട് അതിന്റെ ജനറൽ സെക്രട്ടറി ആയത്. ഉള്ളാളം തങ്ങൾ എപ്പോഴാ പ്രസിഡന്റ് ആകുന്നത്? കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കെ കണ്ണിയത്ത് ഉസ്താദിന്റെ ആദർശം ശരിയല്ലെന്ന് പറഞ്ഞിട്ടാണ് ഉള്ളാളം തങ്ങൾ മേനോൻ സമസ്തയുടെ പ്രസിഡന്റ് ആകുന്നത്. എല്ലാവർക്കും അറിയാം. എന്നാ കേട്ടോളൂ, അവരുടെ കൂട്ടത്തിലൊരു വിദ്വാൻ യാതൊരു മടിയുമില്ലാതെ കളവ് പറയുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? ഇവരെ കൂട്ടത്തിലെ കുറ്റൻ വേറേതാരുമില്ല. അദ്ദേഹം പറയാം, എന്താ പറയുന്നത്? അദ്ദേഹം പറയാ, ശംസുൽ ഉലമ വലിയ മഹാനായിപ്പോയി. ശംസുൽ ഉലമ വഫാത്തായപ്പോൾ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് പറ്റിയ വേറെ ആളുണ്ടായില്ല. അങ്ങനെയാണ് കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറി ആകുന്നത്. എന്റെ പ്രിയപ്പെട്ട SSF-കാരെ, ഒന്ന് ഗൗരവത്തോടെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ശംസുൽ ഉലമ വഫാത്തായപ്പോഴാണ് കാന്തപുരം ജനറൽ സെക്രട്ടറി ആകുന്നത്. പിന്നെയോ കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, അവരുടെ പരിചയം. ആ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ ആ പ്രസിഡന്റ് പദവി ലഭിക്കാൻ മറ്റൊരാളില്ലാത്തത് കൊണ്ട് താജുൽ ഉലമ ഉള്ള ആളുകൾ പ്രസിഡന്റായത്.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സമസ്തന്റെ കറാമത്താണ് നിങ്ങൾ അല്ലാത്തവർ പുറത്താക്കിയ സംസ്ഥ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ജനറൽ സെക്രട്ടറി ആ സാധനം നമ്മളീ മുടിയേറ്റി അടക്കേണ്ടില്ലേ? നമ്മളും മുടിയേറ്റി അടക്കേണ്ടില്ലേ? പക്ഷെ ഇപ്പൊ ഇവർ പ്രചരിപ്പിക്കുകയാണ് ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും വഫാത്തായപ്പോൾ ആ സ്ഥാനത്തിരിക്കാൻ മറ്റൊരാൾ ഇല്ലാത്തത് കൊണ്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ആയത്. കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനത്ത് ഉള്ളാളം തങ്ങൾ കയറിയിരുന്നത് എത്ര ഗൗരവമാണ്! ഇത് ഏത് കുട്ടിക്കും അറിയും. ഞാനിവിടെ മറുഭാഗത്തിന്റെ സ്വാഗതം പറഞ്ഞ മാന്യ സഹോദരനോടുൾപ്പെടെയുള്ള SSFന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എപ്പോഴാണ് കാന്തപുരം ജനറൽ സെക്രട്ടറി ആയത്? ശംസുൽ വഫാത്തായ ശേഷമാണ്. അല്ല എങ്കിൽ കൂറ്റം പാറ പറയുന്ന ഏറ്റവും കൂറ്റം കുറ്റങ്ങളവല്ലേ, വലിയ കളവല്ലേ? ഇവരുടെ പിന്നെ എന്തിനാ നിങ്ങൾ ഇനി സിന്ദാബാദ് കേൾക്കുന്നു? സഹോദരന്മാരെ, വൈസ് പ്രസിഡന്റായും ഉള്ളാളത്തെ തങ്ങളുടെ പാപ്പ ഒരു മിനിറ്റ് സഹോദരന്മാരെ, വൈസ് പ്രസിഡന്റായും ഉള്ളാളത്തെ തങ്ങളുടെ പാപ്പ താജുലുലമ വൈസ് പ്രസിഡന്റായും കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. ഇതങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയുടെ ഉപാധ്യക്ഷനായും അധ്യക്ഷനായും നടന്നുള്ളത്. അവരുടെ അങ്ങനെയാണ് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ ഉപാധ്യക്ഷനായ താജുൽ ഉലമ അധ്യക്ഷനായി മാറി, പ്രസിഡന്റായി. SSFകാരാ ഇനി മറുപടി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഈ പറഞ്ഞത് ശരിയാണോ? ആണെങ്കിൽ നിങ്ങൾ ഒട്ടേറെ പുസ്തകം എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്കും അറിയാലോ എന്നാണ് ഉള്ളാളം തങ്ങൾ ഈ മേലോട്ട് പ്രസിഡന്റായത്. അതൊക്കെ കളവാണെന്ന് പറയേണ്ടി വരില്ലേ? ഇനി കേട്ടോളൂ, ബാക്കി ാണ് നാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. അന്ന് ഈ വലിയ മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ശംസുൽ ഉലമ. അള്ളാഹു അടുത്ത ദർജ എത്തി കൊടുക്കട്ടെ. ആ ആരുടെ ദർജ എത്തിക്കട്ടെ? ശംസുൽ ഉലമയുടെ. നിങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ പറയിപ്പിച്ചു കഴിഞ്ഞു. ശംസുൽ ഉലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു കാലഘട്ടമായി. അൽഹംദുലില്ലാഹ് പറയട്ടെ. സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ വലിയ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാൻ ശംസുൽ ഉലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആള് വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ജോയിന്റ് സെക്രട്ടറി ആയിട്ടിരുന്നാല് സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്ലിയാർ. അന്നത്തെ ആലിമ്യങ്ങൾ തെരഞ്ഞെടുത്താണ് സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സെക്രട്ടറി വഫാത്തായി, ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. ഇപ്പോൾ എങ്ങനെ സെക്രട്ടറിയായ ശംസുൽ ഉലമ വഫാത്തായപ്പോ ആ സ്ഥാനത്തേക്ക് കാന്തപുരം കയറി വന്നുവത്രേ. എന്റെ പ്രിയപ്പെട്ട SSFകാരാ, സ്നേഹത്തോട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയാണോ ചരിത്രമുണ്ടായത്? ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴല്ലേ മീനോന്റെ നിർദ്ദേശപ്രകാരം സമസ്ത ഉണ്ടാക്കുന്നത്? അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടല്ലേ കാന്തപുരം വരുന്നത്? മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലല്ലേ ഉള്ളാളം തങ്ങൾ വേറൊരു വ്യാജ സമസ്ത ഉണ്ടാക്കി ആ സമസ്തയുടെ പ്രസിഡന്റായി കടന്നു വരുന്നത്? എന്തിനാണ് നിങ്ങൾ ആളുകളെ പറ്റിക്കുന്നത്? എന്തിനാണ് ഈ ആളുകളെ പറ്റിക്കുന്നത്? നിങ്ങളെ എല്ലാം നേരത്തെ നൗഷാദ് സാഹിബ് പറഞ്ഞത് എല്ലാം വ്യാജം. നിങ്ങളുടെ സമസ്ത വ്യാജം, നിങ്ങളുടെ ബുക്ക് വ്യാജം, നിങ്ങളുടെ കാളി വ്യാജം, നിങ്ങളുടെ കയ്യിലുള്ള മുടിയും വ്യാജം. അതുകൊണ്ടല്ലേ ആളുകൾ ഇങ്ങനെ തിരിച്ചു പോരുന്നത്? അതുകൊണ്ടാണല്ലോ മയ്യത്തിന്റെ ശരീരത്തിന് പേനരങ്ങുന്നത് പോലെ നിങ്ങളെ കൂടാരത്തുനിന്ന് ഓരോന്നിറങ്ങിപ്പോരുന്നത്. ഇപ്പൊ സക്കാഫികളും സൈദുകളൊക്കെ ഒന്നായിട്ടുണ്ട് പോരാ. സുബ്ഹാനല്ലാഹ്, ഓരോ സ്ഥലത്ത് നിന്ന് എത്ര സക്കാഫികൾ അറിയാം, എത്ര സക്കാഫികൾ, ഓരോ ഡസൻ കണക്കിന് സക്കാഫികൾ ഓരോ സ്ഥലത്ത് പ്രസംഗിക്കാം. അപ്പൊ ഇവര് പറഞ്ഞെന്താ അറിയോ?
അതിന് മറുപടി പല ഭാഗത്തും ആദ്യമൊക്കെ ഒരു പറഞ്ഞത് അത് ഞങ്ങൾ തെരീക്കത്തിന്റെ പേരിൽ പുറത്താക്കിയ സക്കാഫിയാണ്, ആ പ്രശ്നത്തിന്റെ പേരിൽ പുറത്താക്കിയ സക്കാഫിയാണ്, ഈ പ്രശ്നത്തിന്റെ പേരിൽ പുറത്താക്കിയ സക്കാഫിയാണ്, പലതിന്റെ പേരിൽ പുറത്താക്കി എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ വല്ലാതെ കൂടിഞ്ഞു വരാൻ തുടങ്ങിയപ്പോ ഇവരുടെ സമ്മേളനം കാസർഗോഡ് ചേർന്നപ്പോ ആ സമ്മേളനത്തിൽ കൊണ്ട് കൂറ്റമ്പാറ അടുത്ത് തട്ടിവിട്ടു. എന്താ പറഞ്ഞതറിയോ? ഇപ്പൊ സക്കാഫികൾ പോന്നതല്ല, അത് ഇവരെ കൂട്ടത്തിൽ കിതാബ് തിരിയുന്നില്ല എന്ന് കണ്ടപ്പോ കാന്തപുര ഉസ്താദ് ദയ കാണിച്ചുള്ളൊരു സക്കാഫിന് തന്നു. നമ്മളോട് ഭയങ്കര ദയാണല്ലോ കാന്തപുര ഉസ്താദിന്. അങ്ങനെ ഉസ്താദ് ഒരു സക്കാഫിനെ തന്നു. അപ്പൊ ആ സക്കാഫിയെ വല്ലാതെ ബഹുമാനിച്ച് നടക്കുന്നത് കണ്ടപ്പോ ഉസ്താദ് രണ്ടാമതൊരു സക്കാഫിന് തന്നു. അപ്പൊ പിന്നെ ആ സക്കാഫിനെ തക്ബീറും ചൊല്ലിക്കൊണ്ട് നടക്കുന്നുണ്ടപ്പോ ഉസ്താദ് പിന്നെയും സക്കാഫികളൊക്കെ തന്നു. ഈ നിലക്കാണ് ഈ എല്ലാ സക്കാഫിയും ഇങ്ങോട്ട് തെരഞ്ഞെടുക്കുന്നത്. പറയുന്നോട്ട് ഇത് പറഞ്ഞ് 40 എണ്ണായി കഴിഞ്ഞാൽ ഇവിടെ മുഷാവർ ഉണ്ടാക്കും, അതിന്റെ സെക്രട്ടറി കാന്തപുരാവും ചെയ്യും. പറയാൻ ഒരു മടിയുമില്ലാത്ത ഇതുവരെ പറഞ്ഞെന്തായിരുന്നു? ഹസൻ സക്കാഫിയെ കുറിച്ച് പറഞ്ഞെന്താ? ഞങ്ങളെ കൂട്ടത്തിൽ ഒന്നിനും പറ്റാത്ത ഹസൻ സക്കാഫിയായിരുന്നു, അതുകൊണ്ട് അയാൾ പുറത്താക്കിയതാണ്, അപ്പൊ നിങ്ങൾ എടുത്തതല്ലേ അതുവരെ പറഞ്ഞു. ഇപ്പൊ പറയുന്നത് തിരിയുന്നവരൊക്കെ ഇങ്ങോട്ട് തന്നിട്ടാണ്. എത്ര എണ്ണം? 1 ആണോ 2 ആണോ 3 ആണോ 40 ആണോ? അല്ലല്ലോ. ഇന്ന് സംസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സക്കാഫികൾ, സഅദികൾ, മദനികൾ എത്ര എണ്ണാന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്ര എണ്ണത്തെ നമ്മൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്ന നോക്കുന്നുള്ളത് ന്യായീകരിച്ചു. കാലത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹിഷ്കരിച്ചപ്പോ പിന്നെ അവരെ കൂടെ വലഭാഗത്തുനിന്ന് ഇടഭാഗത്തേക്ക് എഴുതിയതാണ് അറബി. അത് വായിച്ചിട്ട് അർത്ഥം വെക്കാൻ പറ്റുമല്ലോ വേണ്ടേ? അപ്പൊ കുടുങ്ങി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? സക്കാഫികളെ കിട്ടിയ തിരക്കേടില്ലാതായി. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്തു? മൂപ്പരിങ്ങനെ ഒരു ദയുള്ള മനുഷ്യനാണ്, ഭയങ്കര ദയുള്ള ഉസ്താദ്. എന്നിട്ടോ ദയുള്ള മനുഷ്യനാണ്. ഒരു സക്കാഫിനെയാണ് കൊടുത്തു, തന്ത്രപരമായിട്ട് ഒരു സക്കാഫിനാണ് കൊടുത്തു. ആ സക്കാഫികളും നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ഇത് AP വിഭാഗമാണ്, നിങ്ങൾ കളിക്കേണ്ട മക്കളെ. അപ്പോ സക്കാഫിയുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, നല്ല അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? പള്ളർച്ച് കിട്ടൽ തുടങ്ങിയില്ല. ഇനി ഒരു സക്കാഫിയോട് വരാൻ നിൽക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് പറയാൻ പോകുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട, പറയട്ടെ. ഒരു സക്കാഫിനാണ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കി എന്താ അതിന്റെ മട്ട. അപ്പൊ അവർക്ക് നല്ല റാഹത്ത്. സക്കാഫികൾക്ക് പ്രവേശനമില്ലാത്തവർക്ക് സക്കാഫി പോയി, സക്കാഫി ഖുത്ബ ഓതാൻ പറ്റാത്തവർക്ക് സക്കാഫി ഖുത്ബ ഓതി, സഅദി ഇമാമ് നിൽക്കാൻ പറ്റാത്തവർക്ക് സഅദി ഇമാമത്ത് നിന്നു. അപ്പൊ എന്ത് ചെയ്തു? പിന്നെ ഉസ്താദ് 2 ആളും കൂടി കൊടുത്തു. ആ 2 ആളും കൂടി കൊടുത്തപ്പോൾ അവർ വലിയ സമ്മേളനം വെച്ചു. വലിയ സമ്മേളനം വെച്ചിട്ട് AP ഉസ്താദിന്റെ കുട്ടികൾക്ക് അവർ സ്വീകരണം കൊടുത്തു. അവർ വലിയ സ്വീകരണം കൊടുത്തു. സക്കാഫി കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് സക്കാഫി വരുന്നു, അത് സക്കാഫി അല്ല, അടുത്ത വണ്ടിയിൽ സക്കാഫി വരുന്നു, അടുത്ത വണ്ടി. അപ്പോഴേക്കും ഒരു തക്ബീർ മറ്റൊരു ചെല്ലൽ തുടങ്ങി. സക്കാഫിന്റെ വണ്ടി കാണുമ്പോഴേക്ക് തക്ബീർ ചെല്ലുന്ന അത്രയും വലിയ ആദരവൊക്കെ കണ്ടപ്പോൾ ഒരു 4 എണ്ണത്തിനെയും കൂടി കൊടുത്തു. ഇൻഷാ അല്ലാഹ് 40 എണ്ണത്തിന് തരും. അപ്പൊ മുഷാവറ 2 ഒന്നാവും. അപ്പൊ AP ഉസ്താദായിരിക്കും അതിന്റെ അധ്യക്ഷ കസേരയിൽ. 40 കൂറ്റമ്പാറ 400-ലേറെ സക്കാഫികൾ സമസ്തന്റെ പക്ഷത്തെത്തിയിരിക്കുന്നു. ഇനിതാ ഈ ബിരുദെടുക്കോട് എത്ര പോരാന്നൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾക്ക് പറയണ 4000 നടന്ന് പോന്നിട്ടില്ല, പോന്നിടത്തുനിന്ന് പോയതൊക്കെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞു. ഓരോന്നോരോന്നും കൂടുകയാണ്. കാരണം ബുദ്ധിയുള്ളവർക്കറിയാം ഇത് ശരിയല്ല, ബുദ്ധിയുള്ളവർക്കറിയാം ഈ പ്രസ്ഥാനം ശരിയല്ല എന്ന്. നോക്കൂ നിങ്ങൾ, ഈ മുടി വിവാദം തന്നെ, ഞാനതിലേക്ക് വരാം. ഈ വിവാദമുണ്ടായപ്പോൾ നമ്മൾ മാന്യമായിട്ടവരോട് പറഞ്ഞു, ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ നമുക്കൊരു സംവാദം നടത്താം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആദ്യമായിട്ട് സംവാദ ചർച്ച നടന്നത് എവിടെയാ? കീഴ്ശ്ശേരിയിലാണ്. നമ്മളെ ചർച്ച കൊണ്ട് യാതൊരു കോട്ടമെന്നുള്ള വലിയ നേട്ടം ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. അന്ന് ഇവരെന്താ പറഞ്ഞത്? ലോകത്തുള്ള എല്ലാ മുടിയും ചർച്ച ചെയ്യണം. മർക്കസിന്റെ മുടി മുണ്ടിയിലെ പറഞ്ഞു അല്ലെ? ലോകത്തുള്ള മുടി വെല്ലൂരിലെ മുടികളാണെന്ന് പറഞ്ഞു. കുറച്ച് കണ്ടെത്തിയപ്പോൾ തിരുശൂരെത്തിയം പറഞ്ഞു ലോകത്തുള്ള എല്ലാ മുടിയും. മണ്ണാർക്കാട്ടിലേക്ക് എത്തിയപ്പോഴോ മർക്കസിലെ മുടി മുട്ടെത്തി അല്ലേ? പക്ഷെ മർക്കസിലെ മുടി റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ല. മണ്ണാർക്കാട് അതാണ്ടായത്. മണ്ണാർക്കാട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ അല്ലേ?
ഞങ്ങൾ ആവർത്തിച്ചു പറയാം, അത് അല്ലേ അല്ല, നിങ്ങൾ കാണുന്നു പറയാൻ ധൈര്യമുണ്ടോ? ആവർത്തിച്ചു ചോദിച്ചു, അപേക്ഷിച്ച് ചോദിച്ചു, എത്ര ചോദിച്ചു, ഒരു മിണ്ടിയില്ല. അവസാനം അറിയാതെ ഇന്നലോടെ വന്ന സാലിബക്കുല്ലി അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി, അത് റസൂലുള്ളാഹിന്റെ തന്നെയാണ്. അപ്പൊ ഞങ്ങളൊക്കെ പാടച്ചാടി അവനുണ്ട് എഴുതിക്കലിൽ നിന്ന് കണ്ടോളി. നിങ്ങൾ അവരുടെ ദുരവസ്ഥ, മണ്ണാർക്കാട് സംവാദ നായകന്റെ ദുരവസ്ഥ കണ്ടോളി. മണ്ണാർക്കാടത്തെ സംവാദ നായകൻ പുളിക്കലത്തെ സംവാദ നായകനിക്ക് ഷാഹനയിക്കാൻ, മണ്ണാർക്കാട്ടെ സംവാദ നായകന്റെ ഗതികേടുണ്ടോ? നമ്മൾ ചോദിച്ചത് റസൂലുള്ളാഹിന്റെതാണോ? ആണെന്ന് പറയാൻ സഖാഫികളെ, സഅദികളെ ധൈര്യമുണ്ടോ? കേണപേക്ഷിച്ച് ചോദിച്ചു നോക്കി. നമ്മൾ പലവട്ടം കരഞ്ഞു ചോദിച്ചു, ഒന്ന് എഴുതൂ, ഒന്ന് പറയൂ. അവസാനം നമ്മൾ വെല്ലുവിളിച്ചു പറഞ്ഞു, നേരട്ടി നോക്കി, എങ്ങനെ നടക്കുന്നത്? റസൂലുള്ളാഹിന്റെ ആണെന്ന് എഴുതി കിട്ടിയത് വേറൊന്നും വേണ്ട, എന്നാ പിന്നെ പ്രമാണത്തിൽ കിടക്കാം. ഇവര് തയ്യാറാകണമെന്നില്ല. നമ്മൾ പല നിലക്കവരോട് ആവശ്യപ്പെട്ട രംഗം നിങ്ങൾ തീർത്തു പറയുന്നു. ഇത് തന്നെ റഷീദ് സഖാഫെ, വേറൊന്നും പറയണ്ട. ഞാൻ വെല്ലുവിളിച്ചത് ഈ പള്ളിക്കുമ്പിൽ എല്ലാവർക്കും അറിയാം. ഞാൻ വെല്ലുവിളിച്ചെന്താ? കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് അല്ല. നിങ്ങൾ പറഞ്ഞ വാമൊഴി പോലെ വരമൊഴിയായിട്ട് ഈ തരം പറഞ്ഞു, എഴുതി തന്നു. ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞേട്ട് കേൾക്കും. എന്നിട്ട് കഴിഞ്ഞ് പറഞ്ഞോ, എന്താ മൈക്കിട്ട് പറയാൻ പേടി? എന്താ റഷീദൊക്കെ മൈക്കിട്ട് പറയാൻ പേടി? ഞാൻ പറഞ്ഞോ. ഇപ്പൊ ഞാൻ ഇതാ പറഞ്ഞത്, ഇതാ നേരത്തെ പറഞ്ഞു മൈക്കോപ്പാക്കാനെ. ഇപ്പൊ കണ്ടോ, മൈക്കിന് മുമ്പ് പറയും, മൈക്കിന് മുമ്പ് മുമ്പില്ല. എന്തൊക്കെ മൈക്കിൽക്കെതിരെ പേടി? നിങ്ങൾ പറയും, നിങ്ങൾ തന്ന കത്തിന് കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നത് അല്ല. ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇത്ര ചോദിക്കുന്നുള്ളൂ. എന്താ സിദ്ദീഖ് സഖാഫി എത്ര ഗണ്ണം നടത്തിയാളാണ്? ഒന്ന് പറ. ആണ് 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 എന്താ ഇതിലെ പാഴം പേടി? ആണെന്ന് പറഞ്ഞാൽ ഇതാ ഞങ്ങൾ ഇപ്പോഴും ഉയർത്തി കാണിക്കുന്നു. ഞങ്ങൾ പഴയ വാദം ഇപ്പോഴത്തെ വാദം ഒരു മാറ്റമില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ്. ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് പറയുന്ന കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിക്കുന്ന കേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ 10,000 വട്ടം തയ്യാറാണ് എന്ന് പറയും. നിങ്ങൾ ധൈര്യം ഉണ്ടെന്ന് പറയും. എന്ന് പറയാത്ത ഞങ്ങൾ പറഞ്ഞ വാക്കെന്താ? ഇപ്പോഴും ലൈവായിട്ടെല്ലാം കേൾക്കട്ടെ. ഒന്നുകൂടി പറയുന്നു, കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് അല്ലേ അല്ല എന്ന് തെളിയിക്കാൻ 1000 10,000 എത്ര കുതിരൂട്ടിനും വേണ്ടില്ല, നിങ്ങളുടെ കുതിരൂട്ടില്ല, എത്രയായാലും വേണ്ടില്ല, ഞങ്ങൾ തയ്യാറാണ്. സഖാഫി ധൈര്യമുണ്ടോ പറയാൻ? ഞങ്ങൾ പറഞ്ഞവരെ തിരിച്ചു പറയാൻ. കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? നമ്മളെ എത്ര ചോദിച്ചു. അപ്പോൾ ആ സാലിബക്കുല്ലി സഖാഫി വെച്ചിട്ട് പറഞ്ഞു, ഇത് സാലിബക്കുല്ലിയാണ്, ഇത് സാലിബക്കുല്ലിയാണ്. എന്താണ് സാധന സാധുനറിയില്ല. ഈ ചർച്ച മാറ്റണമെങ്കിലും ഈ വിഷയം മാറ്റണല്ലോ. അപ്പോൾ ബഹുമാനായ MT അബൂബക്കർ ഇടപെട്ട് ചോദിച്ചു, അതിലെവിടെ കൂട്ടരെ സാലിബക്കുല്ലി? ഏതാ സാലിബക്കുല്ലി? കിതാബാണ് തിരിച്ചരും. പിന്നെ മൂപ്പര് സാലിബക്കുല്ലി മുണ്ടിയിട്ടില്ല. ഇപ്പൊ മൂപ്പർക്ക് സാലിബക്കുല്ലി കേൾക്കണേ പേടിയാണ്. ഇപ്പൊ പുളിക്കല് സംവാദ വ്യവസ്ഥ കഴിഞ്ഞ് നമ്മൾ പതായത്തേക്ക് ഇറങ്ങുമ്പോ മൂപ്പരാണ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൈ പിടിച്ചു. അപ്പൊ ഞാൻ സലാം മടക്കി ചോദിച്ചു, അല്ല ഉസ്താദെ, ഇങ്ങനെ ചോദിച്ചു, അല്ല സാലിബ് സഖാഫി ഉസ്താദെ, നിങ്ങൾ എന്ത് കയറായിരുന്നത്? നിങ്ങളൊക്കെ ഇവിടെ ഇരുത്തിട്ട് ആ പാവം കുട്ടികളെ കഴിച്ചിട്ട് വളരെ മോശമായല്ല, അവിടെ നമുക്ക് ഉഷാറായിരുന്നു പറഞ്ഞിട്ട് ഒറ്റപ്പോക്കാണ്. കാരണം അയാൾക്ക് മണ്ണാർക്കാട്ടിലെ ശരി കൊണ്ടിട്ടുണ്ട്. മണ്ണാർക്കാട്ടത്തെ ശരിക്ക് അനുഭവിച്ചത് കൊണ്ട് സാലിബക്കുല്ലി സഖാഫി, നിങ്ങൾ അറിയണം, പൊളിക്കൽ വന്നിട്ട് ആ ഓഡിറ്റോറിയത്തിന്റെ താഴ്ഭാഗത്തുനിന്ന് സ്റ്റെപ്പങ്ങ് കയറാൻ പോലും സാലിബക്കുല്ലിക്ക് സാധ്യമായില്ല. കാര്യങ്ങനെ വിറക്കരുന്ന് ഇങ്ങനെ വെക്കുമ്പോ പിന്നെ കുട്ടികളൊക്കെ ബേക്ക് കയറിട്ട് വിളിക്കായിരിക്കും സാലിബക്കുല്ലിന്ന്. അത് ഞങ്ങൾ ഉത്തരവാദി. നോക്കൂ, നിങ്ങൾ MT അബൂബക്കർ നന്നായിട്ടുണ്ട് കൈകാര്യം ചെയ്തു. ആ രംഗം കാണുന്നു. ഏതായാലും സാലിബക്കുല്ലി ഏതാണ് ഞങ്ങളെ വാദത്തിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമർത്ഥിക്കും എന്നുള്ളതല്ല സാലിബക്കുല്ലി. ഇനി സാലിബക്കുല്യ എന്നുള്ള പറയുന്നത് ഏതാണ്? ഈ കഥയുള്ള മൗദൂഇലല്ലേ സെൽബിന്റെ സൂറ് കിടക്കുക? എല്ലാ സാധ്യതയും, ഒരു സാധ്യതയുമില്ല എന്നാണോ ഞങ്ങളുടെ കഥയുടെ, ഞങ്ങളുടെ വാദത്തിന്റെ മൗദൂഇ ഏതാണ്? കിതാബ് പഠിച്ചണം. എപ്പോഴാണ് ഒരു വാചകം സാലിബക്കുല്ലിയാവുക?
ഏതാണ് ഇവിടെ മൗദൂഇൽ സൽബ് കുല്ലിയാവാൻ കടന്ന സൂറ ഏതാണ്? കിതാബ് തിരിയാതെ തോന്നിയാസം പറയാം. സാലിബ കുല്യാന്ന് പറയാം. സാലിബ് കുല്യാണെങ്കിൽ മൗദൂഇൽ സൽബിന്റെ സൂറ് കിടക്കണ്ടേ? ഏതാണ് ആ സൂറ്? ഒരു സാധ്യതയും എന്നാണോ? കാരന്തൂർ മർക്കസിലുള്ള കാന്തപുരം. സാലിബ് എന്താന്ന് അറിയില്ല, കുല്യ എന്താന്ന് അറിയില്ല, സൂറ് എന്താന്ന് അറിയില്ല. ആ സമ്മേളനത്തിൽ ആ വ്യവസ്ഥയിൽ പങ്കെടുത്ത വേറെ സക്കാഫിന്റെ സിദ്ദീഖ് സക്കാഫി വ്യവസ്ഥ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സലീം ഇർഫാൻ ചോദിച്ചു, അല്ല അതിൽ ഈ സാലിബുക്കുള്ളിയുടെ സൂറ് ഏതാണ്? ഇടങ്ങനെ കണ്ണൂർക്ക് എന്താ സാധിച്ചിട്ട് ഈ സാലിബുക്കുള്ളിയുടെ ഒരു സിമ്പൽ ഉണ്ടാകുന്നത് ഏതാണ് ചോദിച്ചു. അത് പറയാൻ കഴിഞ്ഞില്ല. ഇതായിരുന്നു ഒരവസ്ഥ. മണ്ണാർക്കാട്ടിൽ നിന്ന് ആ ഒരു പേരും പറഞ്ഞ് ഒളിച്ചട ശ്രമിച്ചു. അവസാനം നമ്മൾ വീണ്ടും പിടികൂടിയപ്പോ ഈ സാലിബുക്കുല്ലി സക്കാഫി അറിയാതെ പറഞ്ഞുപോയി റസൂലുള്ളാഹിന്റേത് ആണ്. അപ്പൊ നമ്മൾ നമുക്ക് എഴുതുക, നമ്മളൊക്കെ ചാടിട്ടിറങ്ങുന്നുണ്ട് എഴുതി. അപ്പൊ ഇയാൾ ചെയ്തില്ലേച്ചു. അപ്പൊ ഇയാൾ ചേരെ എഴുതില്ലേച്ച് നമ്മൾ പിന്മാറുന്ന നമ്മൾ എഴുതുക. അപ്പൊ ഇയാളെ എഴുതിക്ക്, ഇതെന്താ എഴുതിക്ക്? കേട്ടോളൂ, സാലിബുക്കുല്ലി സക്കാഫിന്റെ അവസ്ഥ ഉണ്ടോളൂ. അവിടത്തേത് തന്നെ ഇയാൾക്ക് ഷാളണിച്ച പോരാ, പുതപ്പിട്ട് മൂലൊക്കെ കടത്തിറക്കേണ്ട സാധനമാണ് നിനക്ക്. ഇത് വന്നപ്പോ എഴുതില്ലച്ചപ്പോ സാധു എഴുതില്ല ചെയ്യേണ്ടത്. അല്ല നിങ്ങൾ എഴുതിക്കും. ഇതൊന്നും അറിയാത്ത ഇവിടുത്തെ പാവം ചില കുട്ടികൾ എന്ത് എഴുതിപ്പെട്ടു? റസൂലുള്ളാഹിന്റേതാണെന്ന് എഴുതി. മണ്ണാർക്കാട്ട് നിങ്ങൾ അറിയണം, മണ്ണാർക്കാട് 3 മണിക്കൂർ കിട്ടിയിട്ട് ഈ സാലിബുക്കുല്ലി സക്കാഫിയും റഷീദ് സക്കാഫി ഏലങ്ങളും റഷീദ് സക്കാഫി മേലാറ്റൂരും ഇവരുടെ KKM സൈദ് അടക്കമുള്ള സമുന്നതരായ നേതാക്കന്മാരുണ്ടായിട്ട് ഒരു കുട്ടി പോലും എഴുതിയില്ല റസൂലുള്ളാഹിന്റേത് ആണ്. കാരണം അവർക്കറിയാം എഴുതിയത് പൊടുന്നറിയാം, അവരെഴുതിയില്ല. ഇവിടെ പാവം കുട്ടികൾ എഴുതിപ്പെട്ടു. പെട്ടിട്ട് പിന്നെ പലരെയും സമീപിച്ചു, നിങ്ങൾ പോരും. നമ്മൾ വരൂല, നിങ്ങൾ വരും, നമ്മൾ വരൂല. അങ്ങോട്ട് വണ്ടിയൊക്കെ നിങ്ങൾ വരും, നമ്മളില്ല. അവസാനം വേറൊരു പഴയൊരു സംവാദ വീരനുണ്ട്, അയാൾ തിന്ന് നമ്മളിപ്പോ നിങ്ങൾ പുറത്തല്ലേ, നിങ്ങളാണ് നടത്തിക്കളി. അയാളും കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ നല്ലത്? എന്നാ പിന്നെ മുറി വൈദ്യന്മാരനെ ആളെ കൊല്ലാൻ നല്ലത്, എന്നാ മുറി വൈദ്യരാക്കാം. അങ്ങനെയാണ് കൊണ്ടോട്ടങ്ങാടിലുള്ള വൈദ്യർക്ക് ഒരു മരുന്നച്ചവടം നടത്തുന്ന വൈദ്യരുണ്ട്. അയാൾക്ക് നദിവി എന്ന് പറയാൻ പോലും പേടിയാ, തലയെക്കെട്ട് കെട്ടാൻ പേടിയാ, ടവലും ചുരുട്ടിട്ട് വന്നിരിക്കുക. പേരെന്താ? മുണ്ടൂല. എന്തിനാ കൂട്ടറയുന്ന അന്തർനാടകങ്ങളൊക്കെ? ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിൽ വേണോ? നിങ്ങളെ സർക്കസ് കൂടാരത്തിൽ നടത്തിക്കൊള്ളി, അള്ളാഹുവിന്റെ ദീനിൽ നാടകം വേണോ? ഏതായാലും അറിയാതെ ഒരു പെട്ട് എഴുതിയിട്ടോ 15-ാം തീയതി നമുക്ക് വ്യവസ്ഥക്കിരിക്കാന്ന് പറഞ്ഞു. 15-ാം തീയതി അഡ്രസ് ഇല്ല. നമ്മൾ ചോദിച്ചു നോക്കല്ലേ, ഇല്ല. അന്ന് ഞങ്ങൾ നേതാക്കന്മാർക്കൊന്നും ഒഴിവില്ല. ആർക്കൊക്കെ? ഈ വൈദ്യർക്ക് ഒഴിവില്ല. പിന്നെയോ നമ്മളെ കരിപ്പൂരത്തെ മറ്റാൾക്ക് ഒഴിവില്ല. വൈദ്യർക്ക് മരുന്ന് തന്നെ വന്നിരിക്കല്ലേ, സ്റ്റോക്ക് തീരുന്ന ഡേറ്റ് ഇട്ടല്ലേ. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 22-ാം തീയതി നീട്ടിയത്, 23-ാം തീയതി നീട്ടിയത്. നാണല്ലേ കൂട്ടരെ, നാണല്ലേ? ഇതൊക്കെ സമൂഹത്തിന് നമ്മൾ പറയാൻ. നേതാക്കന്മാർക്ക് ഒഴിവില്ല. അപ്പൊ നമുക്ക് നമ്മളെ പുറത്തുനിന്ന് ഒഴിച്ച് എന്നാ ഒഴിച്ചു? നമ്മൾ പറഞ്ഞു അവർക്ക് എന്നാ ഒഴിവ് അന്ന് നമുക്ക് ഒഴിവാക്കുക. ഇനി എന്തായാലും വേണ്ടില്ല. അതിന്റെ പേരിൽ വേറെ പരിപാടി മുടക്കേണ്ടി വന്നാലും വേണ്ടില്ല. അതിന്റെ പേരിൽ എന്ത് സാഹസം അനുഭവിക്കേണ്ടി വന്നാലും വേണ്ടില്ല. ഞങ്ങൾക്ക് എന്നും ഒഴിവാ. അവസാനം കുടുങ്ങി, ഡേറ്റ് വന്നു. അങ്ങനെ പിന്നെ വാദമായല്ലോ, വാദവും മറുവാദമായ സ്ഥിതിക്ക് ആ ചർച്ച ഉണ്ടാവില്ലോ. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു, സത്യം പറയാലോ. ഇനി വാദവും മറുവാദം, ഇനി വാക്കിൽ തർക്കം ഉണ്ടാവില്ല. പ്രമാണത്തിൽ ആരും തർക്കിക്കാറില്ല. ഒരു വാദപ്രതിവാദം നടക്കുമ്പോ ഒരു സാധനത്തെക്കുറിച്ച് ആണെന്ന ടീമും അല്ലെന്ന ടീം പറയുമ്പോ എന്തുകൊണ്ട് ആണ് എന്തുകൊണ്ട് അല്ല എന്നുള്ള പ്രമാണാടിസ്ഥാനത്തിലായിരിക്കണം. കിതാബുകൾ വെച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനല്ലേ പേരോടും വെല്ലുവിളിച്ചത്? പേരോട് വെല്ലുവിളിച്ചപ്പോൾ എങ്ങനെ വെല്ലുവിളിച്ചത്? കിതാബ് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ എന്ന് ചോദിച്ചത്. അവിടെ ഞങ്ങൾ പറഞ്ഞു കിതാബ് അടിസ്ഥാനത്തിലാവാം. അങ്ങനല്ലേ പേരോട് വെല്ലുവിളിച്ചത്? അത് നമ്മൾ ഏറ്റെടുത്ത്. പിന്നെ മൂപ്പര വഴിക്ക് കണ്ടിട്ടില്ല. അയാൾക്ക് നന്നായിട്ടറിയാം, അയാൾക്കും ഈ കഥ നന്നായിട്ടറിയാം. പേരോടക്രമ സക്കാഫി കോഴിക്കോട്ടെന്ന് വെല്ലുവിളിച്ചപ്പോ എങ്ങനെയാ വെല്ലുവിളിച്ചത്? വെറുതെ ഒച്ചപ്പാടുണ്ടാക്കാനായിരുന്നത്. കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോന്നാ പേരോട് വെച്ചത്. ഇവിടെ ഒന്ന് വിവരം പറഞ്ഞത് കിതാബ് വെച്ച് ചർച്ച നമ്മളില്ല, കിതാബിന് മർക്കസിന്റെ മുടിയൊന്നും കാണാനില്ല. എന്നാ ഭർത്താവൽക്ക് പോലെ 2 മുടിയിട്ട് വന്നൂടെ നിങ്ങൾക്ക്?
ഫത്താവുൽ കുബ്രയിൽ ഞങ്ങൾ കാര്യമായിട്ട് കൊണ്ടുനടക്കുന്നത്. പേരോടത്തിൽ സക്കാഫി എങ്ങനെ വെല്ലുവിളിച്ചത്? കിതാബ് വെച്ച് ചർച്ച ചെയ്യാനാണ് പേരോടത്തിൽ സക്കാഫി വെല്ലുവിളിച്ചത്. ആദ്യമായിട്ട് സംവാദം നിങ്ങളെ കൊണ്ടുവന്ന് വെല്ലുവിളിക്കുന്നത് പേരോട് വെല്ലുവിളിച്ച രീതിയാണോ നിങ്ങൾ? കിതാബോധി പഠിക്കാതെ, ഇൽമു പഠിക്കാതെ ഈ പ്രസ്ഥാനത്തെ നേരിടാൻ വന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ആലിമീങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്, ഏതെങ്കിലും കുട്ടികൾ നയിക്കുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ആലിമീങ്ങൾ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് നെഞ്ഞൂക്കുണ്ടോ? SK ആയാലും ശരി, അതിന്റെ മുതുതലയാണെങ്കിലും ശരി, കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാ ചോദിക്കാനുള്ളത്. കണ്ടോ എന്ത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ റെഡിയായി. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല, മരുന്ന് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞങ്ങൾക്ക് ശരിക്കും വേറെ കുറച്ച് മരുന്ന് തരേണ്ടത്. പേരോടത്തിൽ സക്കാഫി വെല്ലുവിളിച്ചത് എങ്ങനെയാ? കിതാബ് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ? നമ്മൾ ഏറ്റെടുത്തത് കിതാബ് വെച്ചുകൊണ്ട് ചർച്ചക്ക് തയ്യാറാണ്. പേരോടന്നെ ആയിക്കോട്ടെ, പേരോട് SKS പോയാലും വേണ്ട, ആരായാലും വേണ്ട. നമ്മൾ പറഞ്ഞ SKS മതി, അതിന് മേലക്കളൊന്നും വേണ്ട. ഞങ്ങൾ മുട്ടാൻ എന്തിനാണ് ഈ മുറി വൈദ്യന്മാരോട്? കണ്ടോ നിങ്ങൾ? നമ്മളിതിന് വാക്യം പറയട്ടെ. തയ്യാറുണ്ട് പേരോട് സക്കാഫി, തയ്യാറാണ്, 1000 വട്ടം തയ്യാറാണ്. അതിന് നിങ്ങൾ പറഞ്ഞത് ആലിമ്യങ്ങളുണ്ട്. ഞങ്ങളെ മൂട്ടയെ കൊല്ലാൻ ഞങ്ങളാരും ഒലക്കെടുക്കാറില്ല. ഞങ്ങൾ മതി. SKSSF എന്ന് പറഞ്ഞാൽ SKSSFന്റെ ഉപസമിതിയായ ഇസ്തിഖാമ തയ്യാറാണ്. പേരോട് തയ്യാറുണ്ടോ? വേണമെങ്കിൽ മലപ്പുറത്ത് വെച്ചാവാം, കോഴിക്കോട് വെച്ചാവാം, കാരന്തൂർ വെച്ചാവാം, സാക്ഷാൽ പേരോട് സക്കാഫിയുടെ പേരോട് വെച്ചാവാൻ ഞങ്ങൾ തയ്യാറാണ്. പേരോട്ടില്ല, ഞങ്ങൾ പേരോട് വിട്ട് വെല്ലുവിളിച്ചു. കോഴിക്കോട്ടൊന്നും മലപ്പുറത്തൊന്നുമല്ല, പേരോടിനെ നാട്ടുപോട്ട് വെല്ലുവിളിച്ചു. മിണ്ടിയോ പേരോട് സക്കാഫി? എന്തേ മിണ്ടാതിരുന്നത്? പിന്നെ കണ്ടില്ല. ഏതായാലും പൊളിക്കൽ സംവാദ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരാം. നമ്മളേലും ഇരുന്നപ്പോ വ്യവസ്ഥ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതി എന്താ അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. വാദം എഴുതണല്ലോ, വാദം എഴുതി. വാദം എന്താ? സനത് വേണമെന്നോ വേണ്ട, അതായിരുന്നു വാദം. അല്ല, മധ്യസ്ഥം പറയട്ടെ. ആര് മധ്യസ്ഥൻ? അവരുടെ മധ്യസ്ഥം പറയട്ടെ. എന്തായിരുന്നു വാദം? എന്തിനാണ് പുളിക്കലിലെ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോൾ എന്തായിരുന്നു ചർച്ചയ്ക്ക് ഒരുമിച്ച് കൂടിയത്? സനതല്ല വിഷയം. അദ്ദേഹം തുറന്നു പറയട്ടെ. അദ്ദേഹം പറയുന്നു അവിടെ ചർച്ച എന്താ, വാദം എന്താ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് ആണോ അല്ലേ? ആണ് എന്ന് SSFകാർ, അല്ല എന്ന് SKSകാർ. ഇതാണ് വാദം. അത് നമ്മൾ പറയേണ്ട. അദ്ദേഹം പറയും, അദ്ദേഹം തന്നെ പറയാൻ നല്ലത്. ആര്? നമ്മളെ റഹീം സാഹിബ് പറയട്ടെ, വാദം എന്താണെന്ന് പറയട്ടെ. നമ്മുടെ വാദം, SKSSF വാദം, കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ച ലിപികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല. എന്താ വാദം? SKSSF. അതാണ് SKSSF വാദം. എന്താ SKSSF വാദം? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവർ പറയാം ഞങ്ങൾ സനത് ചോദിച്ചിട്ട് മുണ്ടിയില്ലാന്ന്. അതാ ചർച്ച. ഇനി സനത് ചോദിച്ചിട്ട് മുണ്ടിയില്ല. എല്ലാം കൽപ്പിച്ചരാം, എല്ലാം കൽപ്പിച്ചരാം. എന്താ വാദം? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് അല്ല. അതാണ് SKSന്റെ വാദം. SSF എന്താ വാദം വരുന്നത്? റഹീം സാഹിബ് അങ്ങ് പറഞ്ഞു കൊടുക്കൂ. SSF വാദം, കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ച തിരുകേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. നമ്മുടെ പ്രമാണങ്ങളല്ല. കണ്ട ഇനി പ്രമാണമല്ല. ആ സാധുവിന്റെ അന്തം പോലെ ഇറ്റങ്ങൾക്ക് ഉണ്ടായില്ല. ആര് ചോദിക്കാം? ആരാ ചോദിക്കുന്നത്? മധ്യസ്ഥൻ ചോദിച്ചു. ഇനി നമുക്ക് പ്രമാണല്ലേ ചർച്ച ചെയ്യേണ്ടത്? അപ്പൊ ഞങ്ങളും പറഞ്ഞു പ്രമാണം ചർച്ച ചെയ്യണം. ഇനി വാദം മറുവാദം പറയേണ്ട ആവശ്യമില്ല. എന്താ വാദം? സനത് വേണോ വേണ്ടേ എന്നതല്ല വാദം, എന്നതല്ല ചർച്ച. ചർച്ച എന്താ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് ആണോ അല്ലേ? അല്ല എന്ന് SKSSF, ആണ് എന്ന് SSFകാർ. ഈ വാദത്തിന് ചർച്ചയില്ല. ഇനി എന്താ വേണ്ടത്? ഈ വാദം എന്തുകൊണ്ടാണ് തെളിയിക്കുന്നത്? പ്രമാണം കൊണ്ട് തെളിയിക്കണം. അപ്പൊ മുജാഹിദ് നമ്മൾ തർക്കത്തിലായി, ജമാഅത്ത് ഇസ്ലാമി നമ്മൾ തർക്കത്തിലായി. തർക്കത്തിൽ എന്ന് കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും തെളിയിക്കേണ്ട മാനദണ്ഡം എന്താ നമ്മൾ ചോദിക്കണം. സ്വാഭാവികമാണ്. യുക്തിവാദികളാണെങ്കിൽ യുക്തിവാദം കൊണ്ട് നമ്മൾ നേരിടും. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയാകുമ്പോഴോ നമ്മൾ ഒരിക്കലും കിതാബി പറയില്ല. ഏത് തുഹഫ പറഞ്ഞിട്ട് കാര്യമില്ല, ഫത്വൽ മുഈൻ പറഞ്ഞിട്ട് കാര്യമില്ല. അവരത് അംഗീകരിക്കൂല. അപ്പൊ അവരോട് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ആവാം. ഇപ്പോ പല തർക്കങ്ങളുണ്ടാകുമ്പോൾ ആ മറുഭാഗത്തും കൂടി സ്വീകാര്യമായ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ തർക്കിക്കാറുള്ളത്. നമ്മൾ പറഞ്ഞു അങ്ങനെ പ്രമാണം എഴുതേണ്ടി വെച്ചു. അപ്പൊ ഇവരെ കൂട്ടത്തിൽ വന്ന മറ്റൊരു സാധനം,
അയാൾ മൂല്യരാണ്. പക്ഷെ അയാൾക്ക് മൂല്യരാറും പേടി, അയാൾ ഫാറ്റ് വന്നത്. ഇവരൊരു ഗതികേട് നോക്കി നിങ്ങള്. നല്ലൊരു മൂല്യൊരു ഫാൻ ഇട്ട് വന്നിരിക്കാൻ. എന്നിട്ട് അയാൾ പറഞ്ഞു പ്രമാണം നമ്മൾ ശരിയാണ്, പറഞ്ഞത് ശരിയാണ്, സ്വാഭാവികമായി കിട്ടും. ഇരു വിഭാഗം നമ്മൾ ഇരിക്കുമ്പോൾ പ്രമാണം എടുക്കണം. ആദ്യം പ്രമാണം എടുക്കണം. അത് നമ്മളല്ല പറയുന്നത്, അവർ പറഞ്ഞത്. പക്ഷെ അയാൾക്ക് എന്താ പ്രമാണം എന്നറിയില്ല. അയാൾ ചോദിക്കുക എന്തായിരിക്കണം പ്രമാണം. അപ്പൊ MT പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടപ്പോ തന്നെ അവസരം ഞങ്ങൾക്ക് പ്രമാണം എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ പറഞ്ഞുതരാറ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയണേ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. നിങ്ങൾ എന്ത് പ്രമാണം പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കും. നമ്മൾ അങ്ങനെ പോയിരുന്നത്, നമ്മൾ ആ നിലപാടിലാണ് പോയിരുന്നത്. അതിന്റെ പേരിലൂടെ പ്രശ്നം വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു അവരെന്ത് പ്രമാണം പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മളവരോട് ചോദിച്ചു നിങ്ങൾക്ക് അറിയില്ലേ നമ്മളായിക്കോളാം. ഏതായാലും ആ സാധു പറഞ്ഞു കേട്ടോ. നിങ്ങൾ സാധാരണ നടക്കുന്ന സംവാദങ്ങളിലെ നടപടിക്രമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമാണങ്ങൾ. നമുക്കറിയാം എന്താ പറഞ്ഞത്, സാധാരണ നടക്കുന്ന സംവാദങ്ങളിലെ നടപടിക്രമങ്ങളിൽ പ്രധാനമാണ് പ്രമാണം. സനത് വേണോ വേണ്ടെന്നുള്ളതല്ല പ്രമാണം. പറയട്ടെ. സാധാരണ നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്ന സംവാദങ്ങളിൽ ഏതൊരു വിഭാഗമാണോ നമ്മുടെ മറുകക്ഷിയായി വരുന്നത് അവർക്കനുസരിച്ചാണ് നമ്മൾ പ്രമാണങ്ങൾ എഴുതാറുള്ളത്. ഉദാഹരണത്തിന് ഒരു മുജാഹിദ് വിഭാഗത്തോടാണ്, ഒരു വഹാബികളോടാണ് നമ്മൾ സംവാദത്തിന് തയ്യാറാകുന്നതെങ്കിൽ അവർക്കനുസരിച്ച് ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വ്യവസ്ഥകളിൽ പ്രമാണങ്ങളുമായി തെരഞ്ഞെടുക്കാറുള്ളത്. ഉണ്ടോ? എന്ത് മുജാഹിദ് ജമാഅത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയും, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. നമ്മൾ എന്തെടുക്കണം. അപ്പോ ഈ ചോദിക്കാൻ പ്രമാണാക്കണം ഊരണണ്ട് ചോദിച്ചത് ആര് വൈദ്യര് വേക്കുന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പോ ഈ സംവാദത്തിൽ നമ്മുടെ പ്രമാണങ്ങൾ എന്തായിരിക്കണം? നമ്മളിപ്പോ ഏതായാലും നമുക്കറിയാം നമ്മൾ വഹാബികൾ അല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതെ അതെ, നമ്മൾ ആരല്ല, വഹാബികളല്ല. വഹാബി സക്കാഫി പറയാം അവർ വഹാബികളാണ്. അത് അന്നാണ് പറഞ്ഞത്. നമ്മളൊരു വഹാബികളല്ല, നമ്മൾ സുന്നികളാണല്ലോ. അപ്പൊ സുന്നികളാകുമ്പോൾ പറയട്ടെ, അതിന്റെ നിജസ്ഥിതികളെ കുറിച്ചും മറ്റൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ. അപ്പൊ നമ്മുടെ വിഷയം ഈ സംവാദത്തിൽ നമ്മുടെ പ്രമാണങ്ങൾ എന്തായിരിക്കണം എന്നതാണ്. ഇൻഷാ അല്ലാഹ് സനത് വേണോ വേണ്ടോന്നല്ല ഇവിടുത്തെ വിഷയം. പൊളിക്കൽ ഒരുമിച്ച് കൂടി എന്തിനാണ്? ആദ്യം അവൻ പറഞ്ഞു, മധ്യസ്ഥൻ പറഞ്ഞു, രണ്ടാമത് അവരെ കൂട്ടത്തിൽ അബ്ദുൽ മൗലവിയും പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താ? വിഷയം എന്താണ്? എന്തായിരിക്കണം പ്രമാണം? അല്ല സനത് വേണോ വേണ്ടതല്ല ഇവിടെ ചർച്ച. അത് പിന്നെ ആരോ മെസ്സേജ് കൊടുത്താണ് അത് പറഞ്ഞ അയിമ കൂടിക്കൂടി അതേ രക്ഷയുള്ളൂ. പറയട്ടെ. മറുപക്ഷത്തിൽ നിന്ന് യുക്തമായ അഭിപ്രായങ്ങൾ തേടുകയാണ്. അപ്പൊ അവർക്ക് പ്രമാണം എന്താണെന്ന് അറിയില്ല. മറുപക്ഷം എന്താ പറഞ്ഞ ഞങ്ങൾ സ്വീകരിച്ചോളാറ്. അപ്പൊ ബഹുമാനോട്ട് MT അബൂബക്കർ മറുപടി കൊടുത്തു. ഏതൊരു സംവാദത്തിന്റെയും പ്രധാന ചർച്ചയിൽപ്പെട്ടതാണ് പ്രമാണം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെന്തായിരിക്കണം എന്ന് ബഹുമാന്യ സഹോദരന് പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക, നമുക്ക് വിട്ടുവന്നിട്ടുണ്ടാകുക. അത് ഞങ്ങൾക്ക് ഇങ്ങനെ നേരത്തെ തന്നെ തോന്നുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ കഴിയുമല്ലേ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വരുമ്പോ തന്നെ, നിങ്ങൾ വരുമ്പോ തന്നെ ആശങ്ക ഉണ്ട്. അതെന്തായിക്കോട്ടെ. ഇവിടെ പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, നമ്മൾ വഹാബികളല്ല. അപ്പോ വഹാബികളുമായിട്ടുള്ള സംവാദത്തിൽ മുന്നോട്ട് വെക്കുന്ന പ്രമാണങ്ങളല്ല ഇവിടെ നിശ്ചയിക്കേണ്ടത്. പങ്കെടുത്ത ആളുകൾ ആരൊക്കെ? ടീഷർട്ട് സക്കാഫി, ഒരു ചോന്ന കുപ്പാട്ടൊരു സക്കാഫി, ഇവരൊക്കെയാണ് സംവാദത്തിന്റെ ആൾക്കാർ. ഇരിക്കട്ടെ എന്ന് പറയുകയുണ്ടായി. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് എന്ന നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ, അത് ഖുർആനുമാവാം ഹദീസുമാവാം, അഹ്ലുസുന്നത്തി വൽ ജമാഅ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതാണ് ഞങ്ങൾക്ക് ഈ സംവാദത്തിന്റെ പ്രമാണമായിട്ട് ഇവിടെ അഭിപ്രായപ്പെടുത്താനുള്ളതും രേഖപ്പെടുത്താനുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. കുഴപ്പമില്ലല്ലോ. അവരാകെ പ്രശ്നത്തിലായി.
നമ്മൾ നല്ലതൊക്കെ പറഞ്ഞു. നമ്മളെന്താ പറഞ്ഞുള്ളൂ? സുന്നികൾ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. എത്ര ലളിതാണ് നോക്കിയുള്ളൂ. എന്താ പ്രമാണം വെച്ചപ്പോ നമ്മൾ എന്താ പ്രമാണം പറഞ്ഞത്? സമസ്തന്റെ മദ്രസയുടെ ബുക്കെന്നല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ലോകത്ത് ഏതൊക്കെയുണ്ടോ അതൊക്കെ പ്രമാണമാ. നിങ്ങൾ മുത്തഫരിദ് കൊണ്ടുവന്ന അതുകൊണ്ട് ഞങ്ങളാവാം, ഫത്തുൽ മുഈനാണെങ്കിൽ അതും ആവാം, തുഹ്ഫയാണെങ്കിൽ തുഹ്ഫയാവാം, മുഗ്നിയാണെങ്കിൽ മുഗ്നിയാവാം, നിഹായാണെങ്കിൽ നിഹായാവാം, ഏത് സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥവുമാവാം. ആ ഗ്രന്ഥങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങൾ തെളിയിക്കാം. കാന്തപുരം നബി അബൂബക്കർ മുസ്ലിയ മർക്കസിൽ സൂക്ഷിക്കുന്ന കേശങ്ങൾ റസൂലുള്ളാഹിന്റെ അല്ലേ അല്ല. ഇതാ ഞങ്ങളെ പ്രമാണം. ഇവരെന്താ പറയണ്ടേ? ആ പ്രമാണങ്ങളോട് ഞങ്ങളും തെളിയിക്കാം ഇത് റസൂലുള്ളാഹിന്റെതാണെന്നല്ലേ പറഞ്ഞത്. വീണ്ടും നമ്മൾ ചോദിച്ചു എന്താ കൂട്ടങ്ങളെ പ്രമാണം? നമ്മൾ ചോദിച്ചു, വളരെ വ്യക്തമായിട്ട് ചോദിച്ചു, നിങ്ങളെ പ്രമാണം എന്തായാലും കുഴപ്പങ്ങൾ പറയും, ഞങ്ങൾ തയ്യാറാണ്. ആ രംഗങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അത്ര പറയാനുള്ളൂ. ഏതായാലും കുഴപ്പമില്ല പറയട്ടെ, നിങ്ങളുടെ പ്രമാണം എന്താണോ അതിട്ട് ഞാൻ പറഞ്ഞോ അത് പറയും, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇതുവരെ വാദം മറുവാദത്തിന്റെ പേരിലാണ് തെറ്റിപ്പോ ശ്രമിക്കാറുള്ളത്. ഇപ്പൊ അത് എഴുതിക്കൊണ്ട് ഇനി പ്രമാണത്തിന് കടന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. നിങ്ങൾ എന്താ പ്രമാണത്തിൽ പറയും? നിങ്ങളെ പ്രമാണം പറയും. ഞങ്ങൾ പറഞ്ഞു അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഇത് എല്ലാവർക്കും മനസ്സിലാക്കപ്പെട്ടെന്ന് തന്നെ. സുന്നികളാണ് നമ്മൾ പറഞ്ഞതോടെ. അപ്പൊ സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥം കഴിഞ്ഞൊരു പ്രശ്നം. നിങ്ങൾക്ക് അത് പത്തിരി പറഞ്ഞ സിറാജുന്ന റിസാറന നിങ്ങളെ പ്രമാണങ്ങൾ അതെഴുതി അത് മതി. നിങ്ങളെ പ്രമാണം സിറാജാണെങ്കിൽ ചെമ്മണി വിളക്കുണ്ട്, അതൊക്കെ കെടാനായി. സുപ്രഭാതം തുടരുന്നതോടുകൂടെ പിന്നെ വിളക്ക് കെടുത്ത നല്ലത്. ഏതായാലും ആ വിളക്കാണെങ്കിൽ വിളക്ക്, റിസാലയാണെങ്കിൽ റിസാല. നിങ്ങളുടെ പ്രമാണം എന്താവട്ടെ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളെ പ്രമാണം അഹ്ലുസുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഇത് പറഞ്ഞപ്പോ സാധു മറുപടി പറഞ്ഞെന്താ നിങ്ങള്? ഇയാള് പറയണം, മറുപടി പറയണം. എന്താ അവരുടെ അറിയോ? അതിപ്പോ എങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഒന്ന് ഖുർആനല്ലേ, രണ്ട് ഹദീസല്ലേ? ഖുർആനിൽ മർക്കസിലെ മുടിയുന്നുണ്ടാവോ? ഭയങ്കര ബുദ്ധിയുണ്ടോ? ഹദീസിൽ മർക്കസിലെ മുടിയുന്നുണ്ടാവോ? അപ്പൊ ഇവരെ വിചാരം എന്താ അറിയോ? നാട്ടിൽ തർക്കമുണ്ടായിട്ട് സുന്നികൾക്കിടയിൽ ഒരു മസ്അലപരമായ തർക്കമുണ്ടായി, അല്ലെങ്കിൽ വിശ്വാസപരമായ തർക്കമുണ്ടായി, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ വേറെ വിഭാഗങ്ങൾക്ക് തർക്കമുണ്ടായി കഴിഞ്ഞാൽ ആ തർക്കത്തെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ഖുർആൻ വെച്ചുകൊണ്ട് ഹദീസ് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെങ്കിൽ അതിന്റെ പേരവിടെ എന്താണ്? ആ സാധു പറയുന്ന കേൾക്കുന്നത്. അഹ്ലുസുന്നയുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ മർക്കസിലെ തിരുകേശത്തെക്കുറിച്ച് പരാമർശമുണ്ടാകുമോ? ഏതൊരു ചെറിയ ബുദ്ധിയുള്ള ആൾക്കും ചിന്തിച്ചാൽ അറിയാവുന്നതല്ലേ അത്? അതുകൊണ്ടാണല്ലോ ഈ സനദ് വിവാദവും മാനദണ്ഡത്തിന്റെ വിഷയമെല്ലാം ഇവിടെ കടന്നു വരേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ മർക്കസിലെ തിരുകേശത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടാകില്ല എന്ന് നേരത്തെ നിങ്ങളും സമ്മതിച്ചതുപോലെ ആധികാരികമായ മുൻകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതരുടെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് ഇന്ന് മർക്കസിലുള്ള ഷേർ മുബാറക്കിനെ കുറിച്ച് പരാമർശമുണ്ടാവുക? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ ഇത്? വിശുദ്ധ ഖുർആനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലെന്നല്ലേ മനസ്സിലാകുന്നത്? അല്ലാഹുവിന്റെ പറഞ്ഞത് അല്ലാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തിയെന്താ? ഖുർആൻ നാം ഒന്നുമേ വീഴ്ച വരുത്തിയിട്ടില്ല, ഒന്നും വിട്ടുപോയിട്ടില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഷാഫി ഇമാം മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ മുമ്പിൽ തടിച്ചുകൂടിയ ആയിരങ്ങളോട് ഷാഫി ഇമാം ചോദിക്കുകയാണ്, സലൂനി അമ്മാ ശൈത്തും, നിങ്ങൾ എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ഞാൻ കിതാബില്ല അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൊണ്ട് മറുപടി തരാ, എന്ത് ചോദിച്ചാലും വിശുദ്ധ ഖുർആൻ കൊണ്ട് ഞാൻ മറുപടി തരാമെന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. ഏത് ചോദ്യം ചോദിച്ചാലും ഖുർആൻ കൊണ്ടായിരിക്കും എന്റെ മറുപടി. ഇത് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഷാഫി ഇമാമിനോട് ഒരാൾ ചെല്ലുകയാണ്, ചെന്നുകൊണ്ട് ചോദിക്കുന്നു, അസ്റഹക്കല്ലാഹ് മാ തഖൂലു ഫിൽ മുഹരിമി യഖ്തുലു
ഷാഫിമാനോട് മസ്അല ചോദിക്കുകയാണ്, ഒരാൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തു വന്നു കഴിഞ്ഞാൽ അവൻ കടുന്നലിനെ കൊല്ലുന്നതിന്റെ വിധി എന്താ? അപ്പൊ ഷാഫിമാൻ എന്താ പറയുന്നത്? കടുന്ന എന്ന് ഖുർആനിലില്ല, അതുകൊണ്ട് ില്ല. ഞാൻ പറഞ്ഞത് ഖുർആൻ ഉള്ളത് ചോദിച്ചോളി എന്നാണോ ഷാഫി പറഞ്ഞത്? അല്ല. ഇത് പറഞ്ഞ ഉടനെ സുബ്ഹാനല്ലാഹ് ഷാഫിമാൻ പറയുകയാണ്, നിങ്ങൾ കടന്നലിനെ കുറിച്ചല്ലേ ചോദിച്ചത്? അതും ഖുർആൻ കൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. ഷാഫിമാന്റെ മറുപടിയാണ്, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ സ്വീകരിക്കണം. എന്നാ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഇഖ്തദൂ ബില്ലദീനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമറ. എന്റെ ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ സിദ്ദീഖ് തങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹു പിന്തുടരണേ. എന്നിട്ട് ഷാഫി ഇമാം പറയുകയാണ്, വഅൻ ഉമറ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നഹു അമറ ബിഖത്ലിസ് സംബൂർ. ഉമർ റളിയല്ലാഹു അൻഹു കടന്നലിനെ കൊന്നുകളയാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൗറോടി അല്ല, ഖുർആന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഖുർആനെ നെസ്സായി വ്യക്തമായി പറഞ്ഞിരുന്നില്ല. അപ്പൊ ഏത് വിഷയത്തിനും ഖുർആനിൽ അതിന് തെളിവുണ്ട്, ഹദീസിന് തെളിവുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഖുർആൻ അടിസ്ഥാനത്തിലാവണം, ഹദീസിന് അടിസ്ഥാനത്തിലാവാം, അല്ലെങ്കിൽ ഷാഫി മദ്ഹബിലെ ഏത് കിതാബുമാവാം, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്ന ഏത് കിതാബ് കൊണ്ടുമാവാം. അപ്പോഴും ഇവർ ചോദിക്കുന്നതാണ്, അതിപ്പോ എങ്ങനെയുണ്ടാവോ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ കേരളത്തിൽ വലിയ സംവാദം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുമായിട്ടുള്ള പല സംവാദം ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കാളി കണ്ടത്. അത് നയിച്ചു ബഹുമാനപ്പെട്ട MT ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് അന്നാണ് കാളി എന്താന്ന് മനസ്സിലായത്. അന്ന് കാളി എന്ന സംവാദത്തിന് വേണ്ടി വ്യവസ്ഥീകരിക്കുമ്പോ ഈ വൈദ്യരുടെയൊക്കെ പൂർവികരായിരുന്നു. അവരെന്താ എഴുതിയത്? എന്താ പ്രശ്നം? എന്താ? തിരൂരങ്ങാടിയിലെ കാളി, അതാ വിഷയം. തിരൂരങ്ങാടിയിലെ കാളി, ഇയാളെ കുറിച്ചാണ്, ഈ വിഷയത്തെ കുറിച്ചാണ് അവിടെ വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പൊ എന്താ മറുപടി പറഞ്ഞു? അത് ഷാഫി മദ്ഹബിൽ എവിടെയും തിരൂരങ്ങാടി കാളിയില്ല. തിരൂരങ്ങാടി എന്ന് എവിടെയുമില്ല. ഒരു സക്കാഫിയുണ്ട് അല്ലേ? സക്കാഫില് നമുക്ക് നമ്മളോടുള്ള ദയ കൊണ്ട് തന്നാണ് സക്കാഫി. തക്ക നമുക്ക് കിട്ടിയതാണ്. 40 തേങ്ങ മുപ്പത് സെക്രട്ടറിയാവും. ഇരിക്കട്ടെ. എത്ര സക്കാഫിന്ന് കണ്ടില്ലേ മലപ്പുറത്ത് മുതൽ കാണുന്ന സക്കാഫി സമ്മേളനം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടു. നമ്മൾ പറഞ്ഞു കാളി എന്ന സംവാദം നടക്കുമ്പോ തിരൂരങ്ങാടിലെ കാളിയെ കുറിച്ചാണ് ചർച്ച. കിതാബിൽ എവിടെയെങ്കിലും തിരൂരങ്ങാടി കാതിലുണ്ടോ? അതില്ലാത്തതിന് അന്ന് സക്കാഫികൾ പറഞ്ഞു, അന്ന് ഇവർ പറഞ്ഞു, ഞങ്ങള് എന്നെ കിതാബൊന്നും ചർച്ചയ്ക്ക് തയ്യാറില്ല. എന്തേ ഒരു കിതാബിലും തിരൂരങ്ങാടി കാളിയില്ല പറഞ്ഞു. നമ്മളത് ചോദിക്കുന്നത് നമ്മൾ വ്യക്തമായി പറഞ്ഞു. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ഗ്രന്ഥം കൊണ്ടും മർക്കസിലെ കേശങ്ങൾ റസൂലുള്ളാഹിന്റേതാണെന്ന് തെളിയിക്കാൻ കഴിയില്ല എന്ന് സംഭവിച്ചിരുന്നു. നമ്മൾ സംഭവിച്ചു, അത് പേര് സംഭവിച്ചല്ലോ. നിങ്ങളെ തീർത്തു പറഞ്ഞു. അതെങ്ങനെ നമ്മൾ തുറന്നു പറഞ്ഞു. എന്ത് ഇവര് തുറന്നു പറഞ്ഞ കാര്യം? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ഗ്രന്ഥം കൊണ്ടും മർക്കസിലെ മുടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണ് തെളിയിക്കാൻ സാധ്യമല്ല. ന്യായത്തിന് മറുപടി നമ്മൾ പറഞ്ഞു പറയട്ടെ. തെളിയിക്കാൻ കഴിയാൻ പിന്നെ നമ്മൾ എന്തുകൊണ്ട് തെളിയിക്കുന്ന സിറാജത്രമുണ്ടോ, റിസാലമുണ്ടോ? എവിടെ പോയി എന്ത് പറ്റിയൊക്കെ തീരെ കഥല്ലേ. ഇപ്പൊ ഇവിടെ കേരളത്തിൽ എത്ര സംവാദം ഉണ്ടായി? കാളി കണ്ട സംവാദം ഉണ്ടായി, നിങ്ങൾക്ക് അറിയാറിയില്ല. ആ സംവാദത്തിന്, കാളി കണ്ട സംവാദത്തിന് തിരൂരങ്ങാടിലെ കാളിയാണോ അല്ലേ? അപ്പൊ തിരൂരങ്ങാടി തുഫയിലുണ്ടോ, തിരൂരങ്ങാടി ഷെർവാണിയിലുണ്ടോ? ഇത് സാലിബക്കുല്ലിയുടെ കഥയല്ലോ. എന്തൊരു കഥയാണ് നിങ്ങൾക്ക്, എന്ത് പറ്റിപ്പോയി? ഒരാളെ നാളെ വന്നിട്ട് ഇപ്പൊ ഒരു താരം പറയാ ദീപിയുണ്ടൊരു സക്കാഫി, ഹിദായത്തുലാക്ക സക്കാഫി, അയാൾ പറയുന്നത് മീർജാ ഗുലാം മുഹമ്മദ് ഖാദിയാനി നബിയാണ്. നമുക്ക് സംവാദം നടത്തല്ലേ? അപ്പൊ അയാൾ ചോദിക്കാണ്, അതെങ്ങനെ മീർജാ ഗുലാം മുഹമ്മദ് ഖാദിയാനി ഖുർആനിൽ പേരുണ്ടോ, ഹദീസിൽ പേരുണ്ടോ?
കൂട്ടരെ മാനദണ്ഡം ഉണ്ടാവൂലേ? ഏത് വിഷയം ആ സാധുക്കളെ ഹന്തം കൂടെ വടച്ചെത്താൻ ഇനി എന്താ കാട്ടാ? ഇനി എന്താ കാട്ടാ? അവസാനം വൈദ്യര് പറഞ്ഞെടുത്തു, ഇനി നമ്മൾ ചോദിച്ചു, ഇനി എന്താ നമ്മൾ കൊണ്ടെന്ന് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞു. ഇവർക്ക് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു കിതാബുമില്ല. അപ്പൊ അബ്ദുൽ ശുക്കൂർ മോന് വേണ്ടിയിട്ട് ചോദിക്കാണ്, ഞങ്ങളിപ്പോ സമ്പാദത്തിന് ഞങ്ങൾ എന്താ കൊണ്ടുവരേണ്ടത്? എന്താ കൊണ്ടുവരണമെന്ന് വീട്ടിലേക്ക് അറിയില്ല. അരക്കിലോ മത്തി 2 കിലോ തക്കാളി കൊണ്ട് പോകുന്നു. വേണമെങ്കിൽ വൈദ്യര് കുറച്ച് എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, കുറുന്തോട്ടി അവൻ പിടിച്ച് പോകുന്നോളി. സമ്പാദത്തിന് ഓടുമ്പോഴേ അല്ല ഒളുക്കുണ്ടായി തേച്ചു കൊടുക്കുക, കുറച്ച് മുട്ടിക്കണക്കിന് എണ്ണ ഉണ്ടായിക്കോട്ടെ. ഇവര് ചോദിക്കാൻ കൂടി എന്താ സംഭവത്തിന് നമ്മൾ കൊണ്ടുവരുന്നത്? നമ്മൾ പറഞ്ഞു അതൊക്കെ വേണമെങ്കിൽ ദർസുക്കൂരി അവിടെ നോക്കണം. അപ്പൊ അതിനും പറ്റിയ സമയമല്ല. പ്രമാണം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. പ്രമാണം നിങ്ങൾക്ക് ഏത് പ്രമാണം വേണമെന്ന് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അത് അവർ പറയും. ഞങ്ങൾ മധ്യസ്ഥന്മാരെ ആ പ്രമാണം അംഗീകരിക്കേണ്ട ാണോ അല്ലെന്നുള്ളത് ഞങ്ങൾ പറയണ്ടേ? അത് ഞങ്ങൾക്ക് അത് ഇനി അവർ പറയട്ടെ, അവരാണ് പറയേണ്ടത്. അത് അവരുടെ ഇവരുടെ എഴുതി തന്നു സുന്നത്ത് ജമാഅത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. നമ്മൾ എഴുതി കൊടുത്തു പ്രമാണം എന്താണ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ട? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ. ആ ഗ്രന്ഥങ്ങൾ അത് നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ തെളിയിക്കും. ഒരു മിനിറ്റ്. മധ്യസ്ഥനോട് ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഞങ്ങൾ എഴുതി കൊടുത്തു, നിങ്ങൾ എഴുതി കൊടുക്കും. നമ്മളെ പ്രമാണം എഴുതി കൊടുക്കും. നിങ്ങൾ അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങൾ എന്ന് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നവരെ ഈ ലോകത്തോട് പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ മിണ്ടണം. നിങ്ങൾ പരാമർശങ്ങൾ തയ്യാറാവണം. ഞങ്ങൾ നാളെ മർക്കസിലുള്ള ഷെയർ മുബാറക്കിനെ കുറിച്ച് സംവാദത്തിലേക്ക് വരുമ്പോൾ സനദുമായി വരണ വേണ്ടേ? ഞങ്ങൾക്കത് ആധികാരികമായി തെളിയിക്കാനുള്ള രേഖകൾ സനദുമായി ഞങ്ങൾ വരണ്ടേ എന്ന് നിങ്ങൾ ഇപ്പോൾ പറയണം. അപ്പം ഒരു സ്ഥാനത്ത് ഇയാള് മധ്യസ്ഥം പറഞ്ഞു, മാന്യമായിട്ട് പറഞ്ഞത് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവരുടെ പ്രമാണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. നിങ്ങളെ പ്രമാണം എന്താ വെച്ചാൽ പറയും. ആ സാധുള്ള വിവരം വെച്ച് പറഞ്ഞു ചോദിച്ചു. അപ്പൊ ഒരു വേഗം സ്ഥാനത്ത് കണ്ടു. എന്നിട്ട് മറ്റൊരാൾ വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ കൊണ്ടുവരുന്നത്? എന്തുകൊണ്ട് ഞങ്ങൾ സംവാദത്തിന് വരുമ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടത്? എന്താ കൊണ്ടുവരേണ്ടെന്ന് പോലെ സാധുക്കൾക്കറിയില്ല. ഇവരെയാണ് ഇത്ര സംവാദത്തിന് പറഞ്ഞയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നൊന്നുമില്ല. അത് ആ മധ്യസ്ഥൻ നമ്മളെ മധ്യസ്ഥനല്ല, എല്ലാവർക്കും അറിയാം. നമ്മളെ മധ്യസ്ഥൻ എല്ലാവരും കണ്ടില്ല. 1-ാം നമ്പർ മധ്യസ്ഥൻ. മറ്റാള് മധ്യസ്ഥൻ ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു. അപ്പൊ നൗഷാദ് സാഹിബ് പറഞ്ഞു, മയക്കമാണ് ഞാൻ പിടിച്ചോളാം. ഞങ്ങൾക്ക് കാണാൻ മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ചിരി വന്നിട്ട് വൈദ്യുതി നോക്കാം വേറെ വല്ല വരുന്നുണ്ടോ ഇരിക്കട്ടെ, പറയട്ടെ. സനദിന്റെ വിഷയത്തിൽ തീരുമാനമാവാതെ എങ്ങനെയാ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കേണ്ടത്? അതേക്കുറിച്ചാണ് ഇതുവരെ ചോദിച്ചത്. നിങ്ങൾ ഇന്നലെ വരെ കേരളത്തിലെ കവലകളിൽ തോറും മുഴുവൻ നിങ്ങൾ പ്രസംഗിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിക്കണം, തീരുമാനമാകാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണേ. എന്തേറ്റാ ഞങ്ങൾ അവിടെ വരേണ്ടത്? നിങ്ങൾക്ക് ആണെങ്കിൽ ബോധ്യപ്പെടണല്ലോ. ഞങ്ങൾ സംഭവത്തിന് എന്തുകൊണ്ടാണ് വരേണ്ടത്? ഒന്നും ചോദിക്കണം, തീരുമാനമാകാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണേ. എന്തേറ്റാ ഞങ്ങൾ അവിടെ വരേണ്ടത്? നിങ്ങൾക്ക് ആണെങ്കിൽ ബോധ്യപ്പെടണല്ലോ. ബോധ്യപ്പെടാൻ എന്തുമായി ഞങ്ങൾ സംവാദത്തിന് വരണം? ഇതിൽ പറഞ്ഞത് തന്നെയാണോ ഞങ്ങൾ കൊണ്ടുവരേണ്ടത്? സനദാണോ കൊണ്ടുവരേണ്ടത്? അതാ ചോദിക്കണത്. എന്താണ് കൊണ്ടുവരേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞു അതൊക്കെ വെറുതെ ഒരു സംവാദത്തിന് ബന്ധം കൊണ്ടുവരണം. എന്തൊക്കെ കൈ പിടിക്കേണ്ടത് അതൊക്കെ ഞങ്ങൾ അവിടെ പഠിപ്പിച്ചുതരാം. വ്യവസ്ഥയ്ക്ക് വന്ന് പഠിക്കുന്ന സമയം ഉണ്ടാവില്ല. അതിന് പറ്റിയ സമയമല്ലല്ലോ. നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരണം ഞങ്ങൾ പഠിപ്പിച്ചുതരാം. മണ്ണാർക്കാട്ടെന്ന് പഠിപ്പിച്ചു കൊടുത്ത സാലിബ് കുല്ലി എന്താണ്? ആ സഖാഫിനെ വഹിക്കൊന്നില്ലല്ലോ. ഓടിച്ചിരുന്ന് താഴ്ന്നില്ലേ? കയറാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞൊക്കെ ഓരോന്ന് പഠിപ്പിച്ചുതരാം. അതിന്നിപ്പോ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ. പറയട്ടെ. ഒരു സംവാദത്തിന്റെ റൌഫ് ശരിക്ക് പറയുന്ന കേൾക്ക്. ഒരു സംവാദത്തിനൊരു വാദം നിശ്ചയിച്ചാൽ പിന്നെ പ്രമാണമാണ് നിശ്ചയിക്കേണ്ടത്.
പ്രമാണം പ്രമാണം വളരെ വ്യക്തമായി പറഞ്ഞു. അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ മർക്കസിലുള്ള ഈ മുടികൾ നബിയുടേതല്ല എന്ന് തെളിയിക്കും. നേരത്തെ ഇയാൾ പറഞ്ഞല്ലോ ഇബ്നു തൈമിയാണ്. ഇബ്നു തൈമിയ എന്നല്ല, ഇബ്നു തൈമിയ എന്നുള്ളത് അഹ്ലുസുന്നയുടെ ഇമാമല്ല. അഹ്ലുസുന്നയുടെ ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളത് തെളിയിക്കും. യാതൊരു സംശയമില്ല. സംവാദത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ ആ പുസ്തകമൊന്നും ഇപ്പോൾ ഇവിടെ വായിക്കേണ്ട, സംവാദത്തിലാണ് അതൊക്കെ പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിന്റെ 4 ഇരട്ടി പുസ്തകങ്ങൾ ഞങ്ങൾ എടുക്കും. അപ്പോ ഞങ്ങൾക്ക് ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്ക് ഈ വാദം തെളിയിക്കാൻ പ്രമാണം ഉണ്ടോ അല്ലേ? അല്ല, ഞങ്ങൾക്ക് പ്രമാണം എന്താ, അത് ഇന്നതാണ് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ, ഈ സംവാദത്തിൽ നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് പ്രമാണം ഉണ്ടോ ഇല്ലേ? ഇത് നമ്മൾ ഓരോന്നാവർത്തിച്ച് ചോദിച്ചു നോക്കി. എത്ര നേരം ചോദിച്ചറിയുന്നു. ഒമാന MT ചോദിച്ചു, സലീം ഇർഫാൻ ഓരോ ചോദിച്ചു നോക്കി, മുജീബ് പോലോട് ഓരോ ചോദിച്ചു നോക്കി, എല്ലാവരും ചോദിച്ചു. നിങ്ങൾക്ക് വല്ല പ്രമാണമുണ്ടോ കൂട്ടരെ? ഞങ്ങളിതാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഏത് ഗ്രന്ഥം വെച്ചുകൊണ്ടും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് പ്രമാണമുണ്ടോ? അപ്പൊ വീണ്ടും പറഞ്ഞു സനതുണ്ടോ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ മധ്യസ്ഥം പറഞ്ഞു ഇവിടുത്തെ ചർച്ച സനദല്ല. 7 നമ്മുടെ ചർച്ച സനദല്ല. നമ്മുടെ ഒരു വിഷയം എഴുതി പോന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ചർച്ച. എന്താ വിഷയം? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശൻ റസൂലുള്ളാഹിന്റെ ആണോ അല്ലേ? അത് അല്ല എന്ന് SK സൂർ പറയുന്നു, ആണ് എന്ന് SC സഫീറും പറയുന്നു. അല്ല എന്ന് പറയാൻ അവർ ഏത് കിതാബ് കൊണ്ടും തയ്യാറാണ്. ആണെന്ന് പറയാൻ തയ്യാറുണ്ടോ? നമ്മളെ മധ്യസ്ഥൻ ഇടപെട്ടു, ചോദിച്ചു, രംഗത്ത് നമ്മൾ ചർച്ച സനത് വേണോ വേണ്ടേ എന്നല്ല, അല്ല, 2 വാദങ്ങളാണ്. കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ച മുടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ല എന്ന് SKSSFന്റെ വാദം. SSF വാദിക്കുന്നത് കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ച കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ആണ് എന്നാണ്. ഈ 2 വാദങ്ങളാണ് സംവാദത്തിലെ വിഷയങ്ങൾ. അതാണ് പിന്നെ സംവാദത്തിലെ 2 വാദങ്ങൾ. ഈ വാദത്തിന്റെ പ്രമാണങ്ങളാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ആ പ്രമാണങ്ങളിൽ എന്തൊക്കെ വേണം വേണ്ട എന്ന്, പ്രമാണങ്ങൾ ഏതനുസരിച്ചുള്ള പ്രമാണങ്ങളാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ആ പ്രമാണങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് SKSF പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രിയപ്പെട്ട മധ്യസ്ഥൻ അവരോട് എന്താണ് വേണ്ടത്? ഇവർ പറയുന്നത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയുന്ന ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ തയ്യാറല്ല, അല്ലെങ്കിൽ ആണെങ്കിൽ ആണ്, ഇത് 2 അല്ലെങ്കിൽ വേറെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. എന്താണെങ്കിലും അതൊന്ന് റേറ്റപ്പിൽ എഴുതി ഒന്ന് വാങ്ങി തരികയാണെങ്കിൽ നമുക്കിരുന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾക്കൊന്നും അറിയാലോ, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ബോധ്യം ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ ഒന്ന് പ്രമാണം ഇല്ലെങ്കിൽ വേണ്ട, അത് ബ്ലാങ്ക് ഇട്ടോട്ടവര് ഞങ്ങൾക്ക് പ്രമാണം പ്രമാണമില്ലെങ്കിൽ വേണ്ട, ബ്ലാങ്ക് അവിടെ ഒരു വരട്ടല്ലായി. നിങ്ങൾ മധ്യസ്ഥനാണ്, പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയം ഞങ്ങൾ അപ്പൊ വൈദ്യര് പറഞ്ഞു ഉളുക്ക്, ചതവ്, വേദന ഏതുണ്ടെങ്കിലും സ്ഥലം തന്നെ പരിഹാരമുള്ളൂ. മൂപ്പർക്ക് അതിന്റെ ഓർമ്മ, മൂപ്പരായി. അപ്പൊ ഇവരെ മധ്യസ്ഥൻ പാവട്ടെ, എനിക്ക് വല്ലാത്ത പ്രശ്നം തോന്നി. അയാൾ ചോദിച്ചു പ്രമാണം മധ്യസ്ഥൻ. ആ എപ്പിക്കാരൻ മധ്യസ്ഥൻ ചോദിച്ചു, നിങ്ങൾക്കൊന്നുമില്ല പ്രമാണല്ലേ? നിങ്ങളെ പ്രമാണം എന്താണ്? ആര്? നമ്മളെ നൗഷാദ് സാഹിബല്ല ചോദിക്കുന്നത്. അവരെ മധ്യസ്ഥൻ ചോദിച്ചു, ഇവര് പ്രമാണം എഴുതുന്നിരിക്കുന്നു. എന്ത് എഴുതുന്നിരിക്കുന്നു? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏത് കിതാബ് വെച്ചുകൊണ്ട് തയ്യാറാണ്? ഇവരെ മധ്യസ്ഥൻ ചോദിക്കുന്നോട്ടോളൂ. പ്രമാണം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. പ്രമാണം നിങ്ങൾക്ക് ഏത് പ്രമാണം വേണമെന്ന് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അത് അവർ പറയും. ഞങ്ങൾ മധ്യസ്ഥന്മാരെ ആ പ്രമാണം അംഗീകരിക്കേണ്ടതാണോ അല്ലെന്നുള്ളത് ഞങ്ങൾ പറയണ്ടേ. അത് ഞങ്ങൾക്ക് അത് ഇനി അവർ പറയട്ടെ, അവരാണ് പറയേണ്ടത്. അവരാ പറയേണ്ടതെന്ന് നമ്മൾ എഴുതി കൊടുത്തവർ വായിക്കണോട്ടോ. ഇവരുടെ എഴുതി തന്നു സുന്നത്ത് ജമാഅത്ത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ട? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ. ആ ഗ്രന്ഥങ്ങൾ അത് നിങ്ങൾ തെളിയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തെളിയിക്കും. ഒരു മിനിറ്റ്, ആരോടാ ഇരിക്കുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ആ മറ്റോട് മുമ്പ് ചോദിക്കാം, ഒപ്പം കൊണ്ടുവന്ന ആൾക്കാരോട് അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുന്നു. ഓർക്ക് എപ്പോഴും വൈദ്യർക്കല്ലേ സനത്, തിരികേഷം, മർക്കസ്, ഒടിവ്, ചതവ്, വേദന, ഈ തെല്ലി പറഞ്ഞു പോകുന്ന പരിചയമുള്ള ഒപ്പരിക്കുള്ളൂ. കേട്ടോളൂ, അവരും പറയട്ടെ. ഒപ്പരൊന്നും ചോദിക്കൊണ്ടുള്ള ഭാഗം
പിന്നെ SKSF പക്ഷത്തുനിന്നുള്ള പ്രമാണം പറഞ്ഞു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ. അതിന് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ സമയം അതിന് കണ്ടാമണം ചെയ്തു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന പ്രമാണങ്ങൾക്ക് നിങ്ങൾ എതിർപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിന് സമയം കണ്ടെത്തിയ മതില്. അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ അതിന് എതിർപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സമയം കണ്ടെത്തിയ മതി. പ്രമാണമാണോ നമ്മൾ ഇരുപക്ഷവും സ്വീകരിക്കുന്നത്, അതായിരിക്കണം നമ്മുടെ പ്രമാണം. അത് എങ്ങനെ അതെ ഇത് പണ്ഡിതന്മാരാണ്, അത് അവർ പറയും. ഞങ്ങൾ മധ്യസ്ഥന്മാരെ ആ പ്രമാണം അംഗീകരിക്കേണ്ടതാണോ അല്ലെന്നല്ല ഞങ്ങൾ പറയുന്നത്. അത് എങ്ങനെ അതെ അത് ഇനി അവർ പറയട്ടെ, അവരാണ് പറയേണ്ടത്. അത് അവരുടെ ഇവരുടെ എഴുതി തന്നു സുന്നത്ത് ജമാഅത്ത് അഹ്ലു സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ട? അഹ്ലു സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ. ആ ഗ്രന്ഥങ്ങൾ അത് നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ തെളിയിക്കാം. ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു മധ്യസ്ഥനെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. മധ്യസ്ഥൻ പറഞ്ഞുകൊണ്ട് എഴുത്തും മതിയാണ്. പ്രശ്നം കഴിഞ്ഞല്ലോ. കാരണം അവരുടെ മധ്യസ്ഥന പറയണത് ഇവരുടെ പ്രമാണം ഇവരെ തന്നിരിക്കുന്നു. നിങ്ങളെ പ്രമാണം എഴുതി കൊടുക്ക തെളിവുണ്ടെങ്കിൽ പ്രമാണം ഉണ്ടെങ്കിൽ ആൾക്കുള്ള എന്തെന്ന് ചേർന്ന് പറഞ്ഞു അത്ര ആൾക്ക് വയ്ക്കുള്ളൂ. ഇവിടെ കുറ്റം പറയാൻ പറ്റില്ല. പറട്ടെ മധ്യസ്ഥനോട് ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഞങ്ങൾ എഴുതി കൊടുത്തു, നിങ്ങൾ എഴുതി കൊടുക്കും. പക്ഷേ എഴുതി കൊടുക്കാൻ പറയാന്നല്ലാതെ ഇവർ എഴുതി കൊടുത്തില്ല. ഇവർ വീണ്ടും പ്രസംഗം തുടങ്ങി. പിന്നെയും പ്രസംഗം തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ പ്രമാണം ഇന്നതാണ്, നിങ്ങൾ ഇനി പ്രസംഗിക്കണ്ട, പ്രമാണം എഴുതി തരൂ. എഴുതി പറഞ്ഞെന്താ അറിയോ? ഞങ്ങൾ പ്രസംഗിക്കാൻ വന്നതാണ്. വ്യവസ്ഥ വന്നതല്ല, പിന്നെ പ്രസംഗിക്കാൻ വന്നതാണ്. എഴുതി പറഞ്ഞാണ് ഞങ്ങൾ പ്രസംഗിക്കാൻ വന്നതാണ്. ഏത് നമ്മുടെ നദിവി വൈദ്യര് നദിവിയാട്ട മുമ്പ് അവർക്ക് പറയാൻ വേണ്ടിയാണ്. അത് ബിരുദധാരി എന്ന് പറഞ്ഞ പിന്നെ നാളെ മുന്നിൽ പറയാൻ പറ്റില്ല. SKSന്റെ മുന്നിൽ പ്രവർത്തകരെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവൻ നദിവേണ്ട ഒഴിവാക്കി, അവൻ നമ്മൾ വൈദ്യുതനാക്കി. മൂപ്പർ ഇട്ടം പോലെ തന്നെ ആയിക്കോട്ടെ. കേട്ടോളൂ നിങ്ങൾ. ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ പ്രമാണം പറഞ്ഞു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഏതാണ് പ്രമാണം? അതേ അറിയേണ്ടുള്ളൂ. പ്രസംഗം വേണ്ട, നിങ്ങൾ ഒറ്റക്ക് പ്രസംഗിച്ചോളെ. ഏതാണ് പ്രമാണം? നിങ്ങളുടെ പ്രമാണം ഏത്? ഞങ്ങളുടെ പ്രമാണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ. സലീം, ഇത് വളരെ സ്നേഹത്തോടെ പറഞ്ഞ് പ്രസംഗമൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആ പ്രമാണം എഴുത്തുന്ന മതിയാണ്. അപ്പൊ വൈദ്യുതി മറുപടി പ്രസംഗം വേണ്ട നിങ്ങൾ പറയണ്ട. കാരണം നിങ്ങളും അപ്പുറം പ്രസംഗിക്കുന്നതാണ്, നമ്മളിപ്പുറം പ്രസംഗിക്കുന്നത്. രണ്ടു കൂട്ടരും ഈ 2 മിനിറ്റ് പ്രസംഗിക്കാതെ വേണ്ടാന്ന് നിങ്ങൾ പറയണ്ട. നിങ്ങൾ പ്രസംഗിക്കില്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കേണ്ട, ഞങ്ങൾ പ്രസംഗിക്കാതെ. ഞങ്ങൾ അതിനാ വന്നത്. അതിനാ നിങ്ങൾ വൈദ്യുതിനാണ് പ്രസംഗിക്കാമെന്നാണ്, വ്യവസ്ഥിത വന്നതല്ല. ഞങ്ങൾ പ്രസംഗിക്കാമെന്നാണ്. ഞങ്ങളെ പ്രമാണം പ്രസംഗാണ്. ഞങ്ങൾക്കറിയാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മുന്നിൽ, SKSന്റെ മുന്നിൽ വ്യവസ്ഥയിടാൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയുമില്ല. ഒരാൾക്കും കഴിയില്ല, ഒരൊറ്റതിനും കഴിയില്ല. മുറി വൈദ്യം പോയിട്ട് ഒറ്റതിനും കഴിയില്ല. ഒരു പറയാം ഞങ്ങൾ പ്രസംഗിക്കാൻ വന്നതിനാണ്. നമ്മൾ ഈ സാധു നമ്മളെ മധ്യസ്ഥനും അവരെ മധ്യസ്ഥനൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമത്തിലായി. അപ്പൊ നൗഷാദ് സാഹിബ് എനിക്ക് പറഞ്ഞു 11 റൗണ്ട് ഇപ്പൊ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടും പോലെ ആൾക്കാർ ആകാംക്ഷയുടെ കാത്തിരിക്കണം. ഇവർ പ്രമാണം എഴുതുന്നു, ഇവരെഴുതുന്നില്ല. അപ്പൊ നൗഷാദ് സാഹിബ് പറഞ്ഞു 11 റൗണ്ട് ഇപ്പൊ കഴിഞ്ഞു. ഇനി നമ്മളിത് അനന്തമായി നീട്ടിക്കൊണ്ടുവന്ന് ശരിയല്ല, നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇവരിതാ പ്രമാണം എഴുതുന്നിരിക്കുന്നു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞിരിക്കുന്ന ഏത് ഗ്രന്ഥം വെച്ചോ ആവാം. നിങ്ങൾക്ക് വല്ല പ്രമാണമുണ്ടെങ്കിൽ എഴുതി. 11 റൗണ്ട് അപ്പൊ കഴിഞ്ഞു. ഞങ്ങളും പറഞ്ഞു, അവരും പറഞ്ഞു. ഇത് ഇത്രയും ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും ഒന്ന് എഴുതു എന്ന് ബഹുമാന്യനായ നൗഷാദ് സാഹിബ് അവരോട് പറയുന്ന രംഗത്ത് ഒരു സെക്കൻഡ്. ഇപ്പൊ 11 റൗണ്ട് കഴിഞ്ഞു. 2 വിഭാഗവും 11 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തീരുമാനമായിട്ടേ ഇപ്പോ ഇതുപോലെ ഇവർക്ക് പിന്നെ നിങ്ങൾ പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവർ വേറെ എഴുതി തരും. അത് ആ എഴുതി തന്ന ശേഷം ഇപ്പൊ നിങ്ങൾ എഴുതിയതുപോലെ അവർക്ക് വേണ്ടത് അവർ എഴുതി തന്ന ശേഷം അത് രണ്ടും വെച്ചിട്ട് ഞങ്ങൾ മധ്യസ്ഥന്മാർ തീരുമാനിക്കും. ഓക്കെ? ഇപ്പൊ നിങ്ങൾ എഴുതി തന്നതുപോലെ മറ്റുള്ളവർ എഴുതി തന്നിട്ട് ഞങ്ങൾ പിന്നെ അത് വെച്ചിട്ട് ഞങ്ങൾ 2 മധ്യസ്ഥന്മാർ ഇതിൽ തീരുമാനം പറയും. അല്ലെങ്കിൽ എന്താ 11 റൗണ്ട് കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യമല്ല. ഏത് പ്രമാണമാണ് അംഗീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എഴുതിയതുപോലെ അവർ എഴുതി തരികയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും പറ അല്ലേ? ഇവർക്ക് അത്ര ഇക്കുള്ളൂ. മുമ്പേ പാപ്പ പറഞ്ഞ അങ്ങനെ തന്നെ നിങ്ങൾ ഓക്കെ
ഏത് പ്രമാണം? പ്രമാണങ്ങൾ ഏത് പ്രമാണം? പ്രമാണങ്ങൾ ഉള്ളൂ സാധു. മർക്കസ് ഏത് പ്രമാണം? പ്രമാണങ്ങൾ മർക്കസ് അല്ല, ഇത് തീരുമാനാക്കേണ്ട ഒരു വിഷയം അല്ലേ? അത് ഞാൻ പറയട്ടെ. 11 കഴിഞ്ഞ് പറഞ്ഞു. അപ്പളാ വൈദ്യര് മറ്റുള്ള എന്ത് പണി കട്ടിയത് പ്രമാണം ഇത് ഞങ്ങളോട് പറയും. നമ്മൾ അവിടെ ചെയ്യുമ്പോൾ സനത് നല്ല സനത്. അപ്പൊ ഈ സാധനത്തിന്റെ ഒറ്റ പ്രഖ്യാപന സനത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ റെക്കോർഡ് കളിക്കണ്ടോ? നമ്മൾ സനത് വേണ്ട പറഞ്ഞു. അയാൾ പ്രഖ്യാപിച്ച അതിന് ഞാൻ അയാളെ കുറ്റപ്പെടുത്തില്ല. വൈദ്യര് മുറി കെട്ടി കൊടുത്തതാണ്. എന്നല്ല, മുറി വൈദ്യന്മാർ ആളെ കൊല്ലുന്നതാണ് പുറത്തുന്നില്ല. ഈ മഹാപാവാണ് ഈ മധ്യസ്ഥൻ. അയാൾ നല്ലടത്ത് വന്ന് ഇയാളെ എഴുതണ്ടവര്. അപ്പൊ വൈദ്യര് വിളിച്ചിട്ട് പറഞ്ഞു ഈ സനത് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഈ സാധു പറ്റി ചോദിക്കണേ. ഇയാള് ചോദിച്ചു സനതുണ്ടോ? ഇയാള് അതിനിടയ്ക്ക് പറഞ്ഞ രസകരമാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്, കിതാബുകളുണ്ട്, സനതുണ്ട്. കിതാബുകൾ സനത്. കിതാബില് ഏത് സനതാവോണ്ട് വേറെ തോന്നുന്നു. അപ്പൊ ഇയാളെ ചെറിയ സനതും കിതാബാണ്. പണ്ട് നമ്മള് അച്യുതാനന്ദൻ സലാത്ത് നഗറിലുണ്ടല്ലോ, ഈ നാടിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ഏറെ സേവനം സമർപ്പിച്ച മഹാനായിരുന്നു സലാത്ത് സാഹിബ്. അപ്പൊ ഇയാള് കയറെന്താ കയറി വരുമ്പോ മുമ്പിൽ സലാത്ത് നഗർ നീതി. അപ്പൊ ഈ രാഷ്ട്രീയക്കാർ പൊതുവെ അങ്ങനെയല്ലോ. ഒരാളെ പേര് നഗരി കണ്ട EMS നഗർ കണ്ട പിന്നെ EMS കുറച്ചുകൂടി പറയണല്ലോ. അപ്പൊ ഇയാൾ ചെറിയ സലാത്ത് നഗർ കണ്ടപ്പോ എന്താണ്, ഇത് സലാത്ത് സാഹിബിന്റെ പേരിലെ നഗരിയാണ്. സലാത്ത് സാഹിബ് നാടിന് വേണ്ടി സമർപ്പിച്ച സേവനം വളരെ വലുതാണ്. ഇന്നപ്പോ ഈ സാഹിബിന്റെ സനത് പറഞ്ഞ കിതാബാണെന്നാ അയാൾ ആ സ്ഥാനത്തിന്റെ വിഷയം പറഞ്ഞു. സനത് ഞങ്ങൾ സംവാദത്തിലേക്ക് വരുമ്പോൾ സനതുമായി വരണ്ടേ എന്ന് നിങ്ങൾ പറയണം. ഈ സനത് ചോദിക്കുന്ന വിഷയം സനതുണ്ടെങ്കിൽ മാത്രം അംഗീകരിക്കൂ എന്ന വിഷയം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തീരുമാനമാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമാണ് എന്ന് നമ്മൾ സമൂഹത്തോട് പറയേണ്ടതുണ്ട്. നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളാണോ ഇത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. വെറുതെ ഇന്നലെ വരെ സമൂഹത്തിലെ മുഴുവനും, നമ്മൾ കേരളത്തിൽ മുഴുവനും സനതുണ്ടെങ്കിലേ അംഗീകരിക്കൂ എന്ന് പറയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയവനും കേൾക്കുന്നു, നിങ്ങൾ ഈ സനത് വിവാദത്തിൽ മിണ്ടാൻ മടി കാണിക്കുന്നത് ലോകം മുഴുവനും ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സനതുമായി വന്ന് ഞങ്ങൾ മർക്കസിലെ തിരികേശം ആധികാരികമായി തെളിയിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയേണ്ട ഒരു വസ്തുതയുണ്ട്. സനതുണ്ടെങ്കിലേ ഷായർ മുബാറക് അംഗീകരിക്കാവൂ എന്ന്. അത് അഹ്ലുസുന്നയുടെ ആദർശമാണ് എന്ന് നിങ്ങൾ പറയാൻ ധൈര്യം കാണിക്കണം. നിങ്ങൾ സമസ്തയുടെ മുശാവറ ചേർന്ന് ആധികാരികമായി ഇത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രന്ഥത്തിലില്ല, നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ടെങ്കിൽ. ഇയാൾ ഇങ്ങനെ വിഷയം മാറ്റിപ്പോകാണ്. സനത് മുഷാവറ അവിടെ കൂടിയില്ലേ ഇവിടെ കൂടിയില്ലേ, അതൊന്നും ഇവിടെ ചർച്ചയല്ലല്ലോ. വൈദ്യരിങ്ങനെ നീട്ടിപ്പറിച്ച് പോകാണ്. ഒന്നും പറയല്ല അല്ലേ? അപ്പൊ നൗഷാദ് സാഹിബ് എഴുതി തന്നു, ഇത്രേ ഉള്ളൂ. നൗഷാദ് സാഹിബ് അവിടെ ചോദിച്ചു, നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നമ്മൾ കച്ചവടത്തിനൊന്നല്ല, നമ്മൾ വ്യവസ്ഥയുടെ വന്നാലേ വ്യവസ്ഥ എഴുതി, ഒന്ന് വാദം എഴുതി, 2 പ്രമാണം എഴുതി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. നൗഷാദ് സാഹിബ് വീണ്ടും ചോദിച്ചു, ഒന്നും പറയാനല്ലോ? ഒന്നും പറയാനില്ല. നടക്കട്ടെ. നിങ്ങൾ സമസ്തയുടെ മുശാവറ ചേർന്ന് ഇത് എഴുതി തന്നു, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി അതെ അപ്പോലും മർക്കസിക്ക് പിന്നെ സംവാദത്തിന് സനത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് ഗ്രന്ഥത്തിലില്ല, നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ടെങ്കിൽ ഓരോ എന്തുകൊണ്ട് തെളിയിക്കുന്നൊക്കെ അവർ പറയണത്. ഞങ്ങൾ എഴുതി തന്നിട്ടുണ്ട്, ഞങ്ങൾ വ്യവസ്ഥ എഴുതി തന്നിട്ടുണ്ട്, നമ്മളെ പ്രമാണം എഴുതി തന്നിട്ടുണ്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ. ഇനി ഹലോ ആൾക്കാരുടെ കാരണം പുറത്തുള്ള ആൾക്കാരൊന്നും കാണാൻ ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ നിങ്ങൾ. പറയല്ലേ? ഒന്നും പറയല്ലേ? ഒന്നും പറയല്ലേ?
നമ്മുടെ വെച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറയാല്ല, ഞങ്ങൾ പ്രമാണം എത്തിക്കുന്നത്. അപ്പൊ ഈ സാധു പേരെ മുഖത്തേക്ക് നോക്കാം, ഇവരെ മരുന്ന് ചെറുമാരന്റെ പത് ഭയങ്കര മോത്തം വേനതാ, നമുക്കൊന്നും പറയാനില്ലേ, ഒന്നുമില്ലേ കേട്ടോളൂ. നിങ്ങൾ എന്ത് പ്രമാണമാണ് നിങ്ങൾ കൊണ്ടുവരിക അത് പറഞ്ഞത്, ഞാൻ പ്രശ്നം തീർന്നു. അത് നമുക്ക് അടുത്ത റൗണ്ടിൽ കണങ്ങള് ആരത് പറയണത്? നൗഷാദ് സാഹിബല്ല, ഒന്നും കളിപ്പിക്കാൻ പറഞ്ഞു അല്ലേ, ഒന്നും പറയല്ലേ? നിങ്ങൾ എന്ത് പ്രമാണമാണ് നിങ്ങൾ കൊണ്ടുവരിക അത് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രശ്നം തീർന്നു. അത് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. ആണോ? അടുത്ത റൗണ്ടിൽ കിടക്കാൻ പറഞ്ഞ് ഞങ്ങളല്ല, നിങ്ങളെ മധ്യസ്ഥം പറയുമ്പോൾ വല്ലതുമുണ്ടോ നിങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെയല്ലേ സാലിബത്തുള്ളി കയറി വരാറുന്നത്, അതുകൊണ്ടല്ലേ വഹാബി സഖാഫി കയറി വരാറുന്നത്. കഴിയില്ല കൂട്ടരെ, കഴിയില്ല. സുന്നികളെ മുന്നിൽ വരാൻ കഴിയില്ല. മറ്റോട് ചോദിക്കണം, ഒന്നുമില്ലേ പാവം, അയാളുടെ ബുദ്ധിമുട്ട് ചോദിച്ചു, ഒന്നുമില്ലേ. നമുക്ക് അടുത്ത റൗണ്ട് കടക്കാനാണ് ഉണ്ട് പറയും. അപ്പോഴും മാറ്റാൻ സനത് മർക്കസ് ഇരിഗേഷൻ അതിരിക്കേണ്ടത് വർക്കത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ മരുന്ന് കച്ചവടത്തിന്റെ ഓർമ്മയിലെ മൂപ്പരുള്ളത്. ആ ഒരു പോക്ക് മൂപ്പരത്തും. അള്ളാഹു ഇമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ വല്ലാതെ സനത് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, എന്നാ സനത് ഈ സനത് മുണ്ടിയിലാന്ന് പറഞ്ഞു. സനത് കൊടുത്താൽ മതി, എന്താ സനത് കൊടുത്താൽ മതിയായിരുന്നു. അത് പറയണ്ട, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം അതല്ല. സനത് വേണോ വേണ്ടതല്ലോട് ചർച്ച. അതൊക്കെ സംവാദത്തിലിരിക്കുമ്പോൾ പറയേണ്ടതാണ്. മർക്കസ് ലൊക്കേഷനുകൾ റസൂലുള്ളാഹിന്റേതാകാൻ സനതാണോ വേണ്ടത്? കത്തിച്ച് നോക്കുകയാണോ വേണ്ടത്? നേനുണ്ടോ നോക്കുകയാണോ വേണ്ടത്? ഇതൊക്കെ എവിടെ ചോദിക്കേണ്ടതാ? സംവാദത്തിൽ ചോദിക്കേണ്ടത്. ഇതെന്തിനിരുന്ന സംവാദത്തിനല്ല, സംവാദത്തിന്റെ ആമുഖം എന്ന നിലയ്ക്ക് വ്യവസ്ഥിച്ചിരുന്നതാണ്. സംവാദത്തിൽ ചെയ്യേണ്ട, സംവാദത്തിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് എഴുതാൻ വേണ്ടിയിരുന്നതാണ്. ഇവർക്കറിയില്ലല്ലോ, അറിഞ്ഞത്രയുണ്ടല്ലോ. മണ്ണാർക്കാട്ടുണ്ടായത് അങ്ങനെ തന്നെയല്ലേ. നിങ്ങളാ മണ്ണാർക്കാട്ടത്തെ സീഡിയൊക്കെ ഒന്ന് കാണണം, അപ്പോഴത് ബോധ്യപ്പെടുള്ളൂ. മണ്ണാർക്കാട്ടത്തെ സീഡ് ഇവിടെ ഉണ്ട്. നേരത്തെ ബഹുമാനോട്ട് എം ഡി സാ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും കാലമായി സംവാദം കഴിച്ചിട്ട് ഇന്നവർക്ക് അവരെ സീഡ് ഇറങ്ങിയിട്ടില്ല. എന്താ ഇറങ്ങാത്ത? ഇറങ്ങൂല. നമ്മളെ സീഡ് അവിടെ ഉണ്ട്, എല്ലാവരും ഒന്ന് കാണി, അപ്പ അറിയാം. സാലിബക്കുല്ലിക്ക് എന്താണ് അണിയിക്കേണ്ടത്? ഷാളണിച്ച പോലെ പൊന്നാട് അണിയിക്കണം. ആ സീഡ് നിങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. വളരെ അനിവാര്യമായ സീഡാണ്. എല്ലാവരും ഒന്ന് കണ്ടിരിക്കുന്ന അറിയിക്കുക. പറയട്ടെ, ഞങ്ങൾ കൊണ്ടുവരേണ്ടത് സനതാണോ അല്ലേ? ഈ സനതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി തീർത്ത വാദ കോലാഹലങ്ങൾ, അതേക്കുറിച്ചാണ് നമ്മൾ ബോധവാന്മാരാവേണ്ടത്. നിങ്ങൾ ഇന്നവരെ സനദിനെ കുറിച്ച് മിണ്ടിയിട്ടില്ലേ നിങ്ങൾ സനദിനെ കുറിച്ച്? നിങ്ങളുടെ സമസ്തയുടെ ആധികാരിക ക്ലാസ് റൂമുകളിലൂടെ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആളുകളോട് നിങ്ങൾ പറയണം സനത് വേണോ വേണ്ടേ എന്നത്. ഈ സനദിന്റെ വിവാദമാണ് നിങ്ങൾ ഈ ഷായർ മുബാറക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടാക്കിയ വിവാദങ്ങളുടെ മുഴുവനും അടിത്തറ. ഈ അടിത്തറയെക്കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അവർ പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രന്ഥങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സനദാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സനദ് ഗ്രന്ഥം സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ദേശിക്കുന്നത് സനദാണോ? അപ്പൊ സനദും അങ്ങനെ കിതാബാണോ തോന്നിക്കുന്നത്? സാധു ആ വൈദ്യരെന്ന് പറഞ്ഞെടുത്തിട്ടേ, വൈദ്യർ പറഞ്ഞെടുത്തു സുന്നത്ത് ജമാഅത്തില് മുത്തഫൈദാണോ വേണ്ടത്, അതോ സനദാണ് വേണ്ടത്, തൊഫ വേണ്ട, നിഹായ വേണ്ടത്? അപ്പൊ ഇവർക്ക് തൊഫത് ഓർമ്മല്ല, ഇവർക്ക് ആകെ മനസ്സിൽ ഓർമ്മ സനദാണല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ കിതാബുടെ കൂട്ടത്തിൽ സനദാണോ വേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞു, സാഹിബിനോട് പറഞ്ഞു സനദ് കിതാബല്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു പറയണൊരു മര്യാദ പാലിക്കണ്ടേ? നമ്മൾ അവരെ പോലെ അല്ലല്ലോ. ഇപ്പൊ നമ്മളെ കൂടുതൽ പറയുന്ന അഭിപ്രായം നമ്മൾ ചൂടാകാറുണ്ട്. നമ്മൾ എസ്കെസ് ആയതുകൊണ്ട്, നമ്മൾ സമസ്തന്റെ പ്രവർത്തകന്മാരായതുകൊണ്ട് മാന്യത പുലർത്തി. നിങ്ങൾ കണ്ടില്ലേ അവരുടെ ശൈലിക്ക് ലാസ്റ്റ് വെച്ച് എന്തിന് വന്നായിരുന്നവരൊക്കെ? അയാൾ ചോദിക്കുന്നു, സമൂഹത്തോട് പറയണം, നിങ്ങൾ ലൈവായിട്ട് ആളുകൾ കേട്ട് ഈ സനദിന്റെ വിവാദം എന്നത് ഈ അടിത്തറയെ കുറിച്ച് ഗ്രന്ഥങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സനദാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സനദ് വേണ്ടേ നിങ്ങൾക്ക്? സനദ് വേണോ? നിങ്ങൾക്ക് അവർ പറയുന്ന വിഷയത്തിൽ നിന്ന് മധ്യസ്ഥന്മാരായ ഞങ്ങൾക്ക് മനസ്സിലായത്, ഇതുവരെ നിങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിങ്ങൾ പ്രസംഗിച്ചത് സനദ് അംഗീകരിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പൊ അവര് എന്താണ് അവർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥങ്ങൾ? ഇന്ന ഇന്ന സനദ് നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ ഒരു മെനു എന്താ ലിസ്റ്റ് കൊടുക്കേണ്ടത്?
ഷാഫി മദ്ഹബിൽ നിന്ന് തുഹ്ഫ, ഫത്ഹുൽ മൊഴി ഇതൊക്കെ കൊണ്ടുവരണം. അനഫി മദ്ഹബിൽ നിന്ന് കിതാബുകൾ, മാലിക് മദ്ഹബിൽ നിന്ന് കിതാബ്, എന്തൊക്കെ കൊണ്ടുവരുന്ന ലിസ്റ്റ് കൊടുക്കണ കുറെ കിതാബില്ലേ എന്ന് ചോദിക്കാം. കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇന്നാലിന്ന സനത് നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ മുറിച്ചു പറയും. സുന്നത്തമാക്കുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, എല്ലാ ഗ്രന്ഥങ്ങളും അതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് സുന്നത്തമാതിന് കുറെ കിതാബില്ലേ ഇതൊക്കെ പടം അങ്ങനെ കൊണ്ടുവരാന്ന്. ഈ ആള് വിചാരം കൊട്ടേഷന് പോകുമായിരിക്കണം, ഈ സന്നദ്ധന് പോകണം, സംവാദത്തിന് പോകണ്ട, വല്ലാത്ത മനുഷ്യന്മാരാ. ണ്ടല്ലോ എല്ലാ ഗ്രന്ഥങ്ങളും അതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ കിതാബുകളും അട്ടിവെച്ചാണ് കൊണ്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. അതല്ല ലോറി വിളിച്ചോളി നിങ്ങള് ഇങ്ങനെ അട്ടിട്ട് കൊടുന്നോടി. അയാളെ സനതാണോ നിങ്ങൾക്ക് വേണ്ടത്? അയാളെ കുറ്റപ്പെടുത്തില്ല, അതൊക്കെ വൈദ്യര് കൊടുത്ത മരുന്ന്. എല്ലാ ഗ്രന്ഥങ്ങളും അതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ കിതാബുകളും അട്ടിവെച്ചാണ് കൊണ്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. അതല്ല സനതാണോ നിങ്ങൾക്ക് വേണ്ടത്? ഗ്രന്ഥങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത്? ഏത് ഗ്രന്ഥമാണ് നിങ്ങൾക്ക് വേണ്ടത്? അതാണ് നമ്മൾ. പിന്നെ ഏത് ഗ്രന്ഥം അവരവിടെ കൊണ്ടുവന്നാലും ചിലപ്പോൾ നിങ്ങൾ ആ ഗ്രന്ഥം അവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് പിന്നെ അതിൽ മർക്കസിലെ മുടിയുന്നുണ്ടോന്ന് ചോദിക്കും. പറയുന്നത് മനസ്സിലായി? അതായത് എനിക്ക് മനസ്സിലാണല്ലോ വൈദ്യരിങ്ങനെ പറയാനുള്ളത്, അതുകൊണ്ടാണ് ചോദിക്കണത്. എനിക്ക് മനസ്സിലായിക്കണോ നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്. മുടിയുണ്ടോന്ന് ചോദിക്കും. അപ്പൊ അതിന് അവരെന്താക്കും? മർക്കസിൽ മുടിയുന്ന കിതാബിലുണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേര് ഇന്നാലിന്ന ഗ്രന്ഥം, അല്ലെങ്കിൽ ഇന്നാലിന്ന ഇമാമ് പറഞ്ഞ ഗ്രന്ഥം, അത് അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയും. ഹലോ, ഇപ്പൊ മൂപ്പർ ചോദിക്കുന്നത് പ്രമാണ കൊണ്ടുവരേണ്ട സരത കൊണ്ടുവരേണ്ട. കേരളത്തിൽ ഇതുവരെ ഒരാളും പറഞ്ഞു കേട്ട് എന്റെ പ്രിയപ്പെട്ട മധ്യസ്ഥൻ, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ റോൾ ഞങ്ങൾ പറയട്ടെ. ഞങ്ങളെ പ്രമാണം, ഞങ്ങളുടെ വാദം മർക്കസിൽ സൂക്ഷിച്ച് പ്രവാചകന്റേതാണെന്ന് പറയുന്ന മുടി അത് പ്രവാചകന്റെ മുടിയല്ല എന്ന് ഞങ്ങൾ പ്രമാണം കൊണ്ട് തെളിയിക്കും. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. മധ്യസ്ഥൻ, ബഹുമാനപ്പെട്ട മധ്യസ്ഥൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വാദം അത് പ്രവാചകന്റെ മുടിയാണ് എന്നാണ്. അത് നിങ്ങൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് നിങ്ങൾ പറയണത് മർക്കസിലെ മുടി എന്ന് കിതാബിലുണ്ടാവോ? അതിന് ഞങ്ങൾ ഉദാഹരണം പറഞ്ഞത് മനസ്സിലാക്കി പറഞ്ഞുതരാം. മീർസാ ഗുലാം അഹമ്മദ് ഖാദി അത് സംഭവിച്ചു. മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയാണെന്ന് വാദിക്കുമ്പോ അല്ല എന്ന് പറയാൻ ഏത് പ്രമാണം നമ്മൾ എഴുതുക? ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് പറയുമ്പോ എക്സ്ക്യൂസ് മീ ശ്രദ്ധിക്കണം. അത് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന പേര് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്ന വിഡ്ഢിത്താണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോ? കേൾക്കണം, മധ്യസ്ഥൻ കേൾക്കണം. മധ്യസ്ഥൻ ചോദിച്ചുകൊണ്ടാ പറയണത്. അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞ് മധ്യസ്ഥൻ ചോദിച്ചുകൊണ്ടാ പറയണത്. മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയോട് ഞങ്ങൾ നബിയാണോ അല്ലേ എന്ന വിഷയത്തിൽ തർക്കിക്കുമ്പോൾ ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണം ഖുർആൻ സുന്നത്തൊക്കെ ആയിരിക്കും. ഖുർആനിൽ മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാൻ എന്ന് പേരുണ്ടാവില്ല. മറിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ ഖുർആനിൽ നിന്ന് ഹദീസ് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. എന്നതുപോലെ കാളികണ്ഠം സംവാദത്തിൽ ഞങ്ങൾ കാളികണ്ഠം കാളിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. കാളികണ്ഠം എന്ന് തുഹഫയിൽ ഷർവാനിയിൽ ഉണ്ടാവില്ലല്ലോ. എന്നാൽ നമ്മൾ അവിടെ എഴുതിയത് ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ എന്നാണ്. തുഹഫയിൽ ഷർവാനിയിലും കാളിയും കാളികണ്ഠവും ഇല്ല, കാളികണ്ഠത്തെ കാളി ഇല്ലാന്നിട്ട് പോലും എഴുതിയ നിങ്ങളോട് അതൊക്കെ കൃത്യമായി അറിയുന്ന മുസ്ലിയാക്കന്മാർ മാറി നിന്ന് നിങ്ങളെ അയച്ചത് നിങ്ങൾക്ക് ഇതൊന്നും തിരിയൂല, അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ട് ഞങ്ങൾ പറയും ശരിക്കും മനസ്സിലാക്കി തരാം. പൊന്നു മോനെ, പൊന്നു ഹബീബെ, പൊന്നു സുഹൃത്തുക്കളെ, ഞങ്ങൾ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ മധ്യസ്ഥൻ ചോദിച്ചതുകൊണ്ടാണ്. ഞങ്ങളെ വാദം തെളിയിക്കാൻ ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഗ്രന്ഥമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഗ്രന്ഥമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥം കൊണ്ട് ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾക്ക് എന്താ നമ്മൾ പറയുന്നത്? നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബ് ഞങ്ങൾ തെളിയിച്ചതാണ്. ഞാൻ പറയാം, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബ് ഏതോ അതുകൊണ്ട് ഞങ്ങൾ തെളിയിച്ചതാണ്. അല്ല, ഞങ്ങളുടെ കുറച്ച് കിതാബ് പറയണ്ടേ, അത് നിങ്ങൾ അംഗീകരിച്ച് പറ്റുന്നല്ല നമ്മൾ പറയണത്. ഇതിന് മേലെ നമ്മൾ എന്താ പറയാം? നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബ് ഏതോ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന മുടി റസൂലുള്ളാഹിൽ അല്ല എന്ന് വിളിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിന് മേലെ ഞങ്ങൾ എന്താ പറയാ? നിങ്ങൾ പറയട്ടെ. നമുക്ക് പറയാനുള്ളത് സംവാദം ഇത് ഇപ്പോ 16-17 ചാൻസുകളായി അങ്ങോട്ട് കൊണ്ടു. അപ്പൊ നമ്മളെ മധ്യസ്ഥ നമ്മളെ സാഹിബ് 16 റൗണ്ടായില്ലേ? നൗഷാദ് സാഹിബ് നേരത്തെ പകരുന്നുണ്ട്, ഇയാൾ എണ്ണിക്കും 16 പിന്നെ നോക്കുമ്പോ അതാണ് 16 റൗണ്ട് അഞ്ഞ് നീട്ടുകൊണ്ടാണ് ശരിയല്ല. നിങ്ങളൊന്ന് പറയും. ആ സാധ അവരോട് ചോദിക്കണം, കേട്ടോളൂ. നമുക്ക് പറയാനുള്ളത് സംവാദം ഇത് ഇപ്പോ 16-17 ചാൻസുകളായി അങ്ങോട്ട് കൊണ്ടു. ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്രമാണമായിട്ട് പറയാനുണ്ടെങ്കിൽ അത് പറയൂ. അതാണ് ഏറ്റവും നല്ലത്. മധ്യസ്ഥം പറഞ്ഞ
പ്രമാണമായിട്ട് വല്ലോണ്ട് പറയോ? ഇയാൾക്കല്ലേ ശരിക്കും ഷാളണിക്കേണ്ടത്, അല്ലേ? ഇയാൾക്കല്ലേ ഷാളണിക്കേണ്ടത്. അത് അണിയിക്കാൻ കുറച്ചുകൂടി നന്നായിരുന്നു മണ്ണാർക്കാട്ടുകാരൻ റഷീദ് സഖാഫി. ഏലൊന്നും നന്നായിരുന്നു, ഫിറ്റായിരുന്നു. റഷീദ് സഖാഫിനെ കൊടുത്തിട്ട് ഇയാൾക്ക് ഷാളണിക്കൽ ഫിറ്റായിരുന്നു. ഇയാൾ പറഞ്ഞത് എത്ര 16 റൗണ്ട് ഞേങ്കിലും എഴുതിട്ട് എന്ത് ഇയാൾക്ക് ശരിക്കും മനസ്സിലായി. പറയട്ടെ, ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും പ്രമാണമായിട്ട് പറയാനുണ്ടെങ്കിൽ അത് പറയൂ. അതാണ് ഏറ്റവും നല്ലത്. ഇനി മിണ്ടണ്ടാരും എല്ലാരും പറഞ്ഞു ഒറ്റക്കെട്ടായിട്ട് അവരുടെ മധ്യസ്ഥം നമ്മളെ മധ്യസ്ഥം നമ്മളൊക്കെ പറഞ്ഞു ഇനി മിണ്ടണ്ടാരും മൈക്കെടുക്കണ്ട, നിങ്ങൾ ആ പ്രമാണം എന്താച്ചും എഴുതിക്കൊണ്ട. വിഷയം പറയാം. അപ്പൊ മറ്റൊരു മൈക്കെടുത്ത് സംഭവം നടക്കുന്ന ആഗ്രഹമില്ലേ? നമുക്കുണ്ടെന്നൊരു ഉറപ്പാണ്. ഇയാൾ വിഷയം മാറ്റാണ് കേട്ടോ. സംവാദം നടക്കണം ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതെ, നിങ്ങൾ പറഞ്ഞത് സെനത് വേണമെന്നാണല്ലോ. ഇതുവരെ എഴുതിയത് നിങ്ങൾ സെനത് വേണം എന്നാണ്. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ലല്ലോ. അവിടെ ചർച്ച അതല്ലല്ലോ. അവിടെ ചർച്ച എന്താ? കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിയുടെ ആണോ അല്ലേ? അല്ല എന്ന് നമ്മളും ആണ് എന്ന് വരും. എങ്കിൽ പിന്നെ പ്രമാണമല്ല ഇതുണ്ടല്ലോ, ചർച്ച അതല്ലല്ലോ. അപ്പൊ ഇവൻ പറഞ്ഞു സനതാണ് ചർച്ച. അപ്പൊ മധ്യസ്ഥൻ പറഞ്ഞു സനതൊക്കെ അവർ സമ്മതിച്ചതാണ് കേട്ടോ. എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. സനത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. മധ്യസ്ഥൻ അവർ മധ്യസ്ഥൻ പറഞ്ഞ ഇരിക്കറോഫടെ നാണം കെട്ടില്ലേ കുട്ടികളോടെ കേട്ടോളുന്നില്ല. സനത് മതിയോ? സനത് വേണം എന്ന് ആഗ്രഹമുണ്ട്. സനത് വേണമെന്നുണ്ടെങ്കിൽ സനത് മതിയോ? സനത് വേണം. മധ്യസ്ഥൻ അംഗീകരിക്കൂ. ആരുടെ മധ്യസ്ഥനെ? ഞങ്ങളെ മധ്യസ്ഥനല്ല. ഇവർ കൊണ്ടുവന്നിരിച്ചൊരു സാധനം ഉണ്ടല്ലോ, അതിനെങ്കിലും അംഗീകരിക്കൂ. ഞങ്ങളെ മധ്യസ്ഥനെ കൂടി പോട്ടെ, അത് 8-വനാണെങ്കിൽ 8-വൻ. നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളെ മധ്യസ്ഥനെങ്കിലും അംഗീകരിക്കൂ. ആ പാവം പറ റൗഫിരിക്ക് നിങ്ങൾക്ക് സന്നദ്ധ വേണ്ടത്, അതിനൊരു റെഡിയാണ്. ആര് പറയാണ്? മധ്യസ്ഥൻ പറയാണ് കേട്ടോളൂ. മധ്യസ്ഥൻ ആഗ്രഹമുണ്ട്. സനത് വേണമെന്നുണ്ടെങ്കിൽ സനത് മതിയോ? സനത് വേണം. മധ്യസ്ഥൻ അംഗീകരിക്കൂ. പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് പ്രാവശ്യം മൂപ്പ് പറഞ്ഞിട്ടുണ്ട് സനത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സനത വേണമെങ്കിൽ സനതും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറയുന്നു? മധ്യസ്ഥൻ പറയുന്നു. സനത് മുണ്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സനതിനെ കുറിച്ച് മുണ്ടിയില്ല. ഇവിടെ പറഞ്ഞെന്താ? സനത് മുണ്ടിയില്ല. നിങ്ങൾ എവിടുക്ക നോക്കി നിന്ന്? മധ്യസ്ഥൻ പറയുന്നു സനത് മതിയെന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതാ കൂട്ടർ ഞങ്ങൾ പറയാൻ ബാക്കി? നിങ്ങളെ വരയ്ക്കും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടില്ല. കാരണം ഞങ്ങൾ വരുന്ന ചൂടക്കാരല്ല. ഒന്നൂരി കളിച്ചു ആയിക്കോട്ടെ. നമ്മളെ മധ്യസ്ഥന് ആവശ്യപ്പെടുന്ന ഒന്നൂരി കളിച്ചു ആയിക്കോട്ടെ. മധ്യസ്ഥൻ അംഗീകരിക്കൂ. പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് പ്രാവശ്യം മൂപ്പര് പറഞ്ഞിട്ടുണ്ട് സനത് മതിയെന്ന്. സനത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു സംസാരത്തിൽ മൂപ്പര് സനത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? സനത് വേണം പറഞ്ഞെന്താ? സനത് വേണ്ടെന്ന് പറഞ്ഞു. ഇനി അപ്പം കണ്ടു കേട്ടോ, സനത് മതി നമ്മൾ പറഞ്ഞു, ആ വിഷയം തീർന്നു. അപ്പം മറ്റൊരു എണിച്ചിട്ട് പറയണേ സനത് മതി എന്ന് പറയാൻ പറ്റുമോ? അത് പ്രാമാണിക ഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമല്ലേ? അതൊക്കെ കൂടുതൽ സമ്പാദിക്ക് വരിങ്ങള്. അപ്പൊ ഞങ്ങൾ തെളിയിച്ചരാ, ഞങ്ങൾ അന്തസ്സോടെ കാണിച്ചരാ. ഇബാറത്ത് നേരത്തെ എംടിയോട് പറഞ്ഞില്ലേ, മണിയായിട്ട് കാണിച്ചരാ. നിങ്ങൾ വരൂല, ഞങ്ങൾക്കറിയാം. ഒന്നുകൊണ്ട് മുറിമുട്ടേ ഞങ്ങൾ വരാത്ത. നിങ്ങൾ എങ്ങനെ വരിക? നിങ്ങളത്തെ വഹാബിസല്ലേ ഇപ്പോഴോ? സുന്നത്ത് മാത്രം കയ്യിലുണ്ടോ? എങ്ങനെ വരും നിങ്ങൾ? എങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ കഴിയും? കേട്ടോളൂ. ആ മധ്യസ്ഥൻ പറയണേ സനത് മതി ഇവർ പറഞ്ഞല്ലേ, നിങ്ങൾ അത് പറയണത് പ്രമാണം പറയൂ. അപ്പൊ മറ്റൊരു പറഞ്ഞിട്ടുള്ളൂ എന്ന വാദം അഹ്ലുസുന്നയുടെ വാദമല്ല. നിങ്ങൾ എഴുതിയത് അഹ്ലുസുന്നയുടെ ഗ്രന്ഥം കൊണ്ട് തെളിയും. മധ്യസ്ഥൻ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് പ്രാവശ്യം മൂപ്പര് പറഞ്ഞിട്ടുണ്ട് സനത് മതിയെന്ന്. സനത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു സംസാരത്തിൽ മൂപ്പര് സനത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്.
സനദ് വേണം എന്ന വാദം അഹ്ലുസുന്നയുടെ വാദമല്ല. നിങ്ങൾ എഴുതിയത് അഹ്ലുസുന്നയുടെ വിഷയം മാറ്റി. സനദ് വേണം മതി പറഞ്ഞപ്പോ സനദ് വേണമെന്നുള്ള വാദം സുന്നത്ത് ജമാഅത്തിന്റെ വാദമല്ല. അത് സംവാദത്തിലെ കൂട്ടരുടെ പേര് ഞങ്ങൾ കാണിച്ചു തരാം. അവിടെ വെച്ച് ഇവിടെ പറഞ്ഞതാ സനദ് വേണ്ടാന്ന് പറഞ്ഞതോ മധ്യസ്ഥം പറഞ്ഞെന്താ സനദ് മദീനവർ പറഞ്ഞത്. എന്നിട്ട് ഇപ്പം വിഷയം അപ്പോഴും മാറ്റി. വിഷയം എന്താ പറഞ്ഞത്? സനദ് അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അതൊക്കെ സംവാദത്തിൽ തെളിയിക്കേണ്ട കാര്യങ്ങളല്ലേ? അതൊക്കെ സംവാദത്തിൽ പറയേണ്ട കാര്യങ്ങളല്ലേ? എത്ര പറഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ ഇവരുടെ മധ്യസ്ഥൻ വീണ്ടും ചോദിക്കുന്നു, മധ്യസ്ഥൻ നമുക്കൊന്നുമില്ലേ? നിങ്ങളെ കയ്യിലൊന്നുമില്ലേ? എന്തേലും പറഞ്ഞൂടെ? ആലോചിക്ക, ഇവരുടെ മധ്യസ്ഥൻ ചോദിക്ക. ആരെങ്കിലും പറയല്ലേ? ഒന്നും പറയല്ലേ? നിങ്ങൾ എന്ത് പ്രമാണമാണ് നിങ്ങൾ കൊണ്ടുവരിക? അതേ പറഞ്ഞത് ഞാൻ പ്രശ്നം തീർന്നു. ഇടക്കിടകൾ കൂട്ടിൽ ചോദിക്കും, ഒന്നും പറയല്ലേ, ഒന്നും പറയല്ലേ, എന്ത് പ്രമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് അടുത്ത റോഡ് കടക്കാനാണ്. ഈ സാധുത്വം അറിയില്ലല്ലോ, ഇവര് തരികടൊപ്പിച്ച് പോകുന്നത് ഈ സാധുവിനെ അറിയില്ലല്ലോ. ഇയാൾ ഇടക്കിടക്ക് ചോദിക്കും, ഒന്നുമില്ലേ, ഒന്നും പറയല്ലേ, സനതും ഒരു സംഭവിച്ചു, പ്രമാണം തന്നു, നിങ്ങൾക്ക് എന്തല്ലോ ഒന്ന് പറയും. SSFകാരാ, എന്റെ പ്രിയപ്പെട്ട SSFകാരാ, അന്തസ്സുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ഞങ്ങളാ ഇവിടെ വെച്ചുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന പ്രമാണങ്ങളെ കൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ താനന്തോർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ റസൂലുള്ളാഹിയുടെ അല്ലേ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആളത്വമുള്ള SSFർ ആരെങ്കിലും ഉണ്ടോ പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ? ഇനി ഞങ്ങൾ ആദ്യത്തെ പറഞ്ഞു, അടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു വെക്കാം. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഇനി അതല്ലെങ്കിൽ ലാസ്റ്റ് ഞങ്ങൾ വേറെ പറഞ്ഞു, സുന്നത്ത് ജമാഅത്തെങ്കിലേ വേണ്ട, എന്നാൽ യുക്തി കൊണ്ട് ചെയ്യാൻ കിതാബില്ലേ ബുദ്ധി കൊണ്ട് ഇറക്കിക്കണ്ടോ? അതിനുവരെ തയ്യാറായില്ല. എല്ലാ കാര്യങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞു. എന്താ അവർക്ക് പറയാൻ കഴിയാത്തത്? ഇവർക്ക് ഇടയില്ല, കാരണം സുന്നത്തെ മാറ്റിപ്പോ കയ്യിലില്ല. ഇപ്പൊ ഇവരെ വാദം നോക്കുന്നത് ഈ മുടി വിഷയത്തിൽ ഞാൻ അതിൽ കുറച്ചുകൂടി മാങ്ങൾ കിപ്പിക്കാനുണ്ട്. ഈ വിഷയത്തിൽ ഇവരെ വാദം പ്രവർത്തി നമ്മളെ കുറിച്ച് പറയാ, നമുക്ക് സുന്നത്ത് ജമാഅത്തില്ല, നമുക്ക് ആദർശമില്ല, നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ഒരു ഹദീസ് പറയട്ടെ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി മഅ അസ്ഹാബിഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ കൂടെ നടക്കുകയായിരുന്നു. ഇവിടെ പറഞ്ഞ സുന്നി അഫ്കാർ റസൂലുള്ളാഹിനെ കുറിച്ച് സാധാരണ മനുഷ്യന് പ്രയോഗിച്ചിരിക്കുന്നു. അത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ വഹാബിസം പറഞ്ഞുപോയ വഹാബ് സഖാഫി, നിങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയുന്നു? റസൂലുള്ളാഹിയായിരുന്നു, റസൂലുള്ളാഹി സഹാബത്തിന്റെ കൂടെ നടക്കുമ്പോ ഇത് റജുലുൻ മിൻ അസ്ഹാബിഹി സൗദാ, റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബിയതാ ഒരു വസ്ത്രമെടുക്കുകയാണ്. റസൂലുള്ളാഹിക്ക് വെയിലുകളുണ്ടെന്ന നിലക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്ന് തണൽ കിട്ടിക്കോട്ടെ നിലക്ക് വസ്ത്രമിട്ടുകൊണ്ട് റസൂലുള്ളാഹിക്ക് ആ വെയിലിന്റെ ചൂടിന്ന് മാറ്റിക്കൊടുക്കാൻ വേണ്ടി വസ്ത്രമെടുത്ത് പുതച്ചു കൊടുക്കാൻ നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വസ്ത്രം അതാ അങ്ങ് നീക്കിക്കളയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വഖാല ഇന്നമാന ബശറുൻ മിസ്ലുക്കും. എന്താ വഹാബ് സഖാഫികൾ അർത്ഥം വെക്കുക? നിങ്ങൾ വെക്കണമെന്നർത്ഥം, സുന്നി അഫ്കാർ അർത്ഥം വെച്ചവർ ഇതിനെ വെക്കണം. നിങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് വഹാബീസ് എന്ന് പറയോ? റസൂലുള്ളാഹിനെ കുറിച്ച് നിങ്ങൾ ഇനി വഹാബി എന്ന് പറയോ? ഈ ഹദീസ് തിരിച്ച് ഇമാമിനെ കുറിച്ച് വഹാബി എന്ന് പറയോ? എങ്കിൽ ആരാണ് വഹാബിസത്തിലേക്ക് പോയത്? ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ആരാ വഹാബിസത്തിലേക്ക് പോയത്? ആരാ പോയത്? എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഈ വിഷയം കത്തിയപ്പോ, ഏത് മുടി വിഷയം സ്ട്രോങ് ആയപ്പോൾ അതിലൊരു വിഷയമായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഅർ മുബാറക്കിന് നേരുണ്ടോ ഇല്ലേ? നമ്മൾ പറഞ്ഞു ഇല്ല. ഇവരും പഴയ കാലത്ത് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരില്ല. ഇവരുടെ ഒരുപാട് പുസ്തകങ്ങൾ, ഒന്നും രണ്ടെന്നല്ല, ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ പുസ്തകത്തിലൊക്കെ ഇവരെഴുതി വെച്ചെന്താ? നേരില്ല. ഇതെന്താ സാധനം? ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എഴുതിയ മുഹമ്മദുർ റസൂൽ എന്ന പുസ്തകമാണ്. കാന്തപുരം എഴുതിയ പുസ്തകത്തിൽ നിന്ന് 47-ാമത്തെ പേജിൽ പറയുന്നു,
എന്താ പുസ്തകത്തിന്റെ 47-ാമത്തെ പേജ് പറയുന്നത്? വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേട്ടോ, വെയിലിലും നിലാവിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരില്ലായിരുന്നു. എവിടല്ല? ആരും പോകരുത്, നമുക്ക് ഈ പുസ്തകം തന്ന സാറിന്റെ കൂടെ ആരും പോകരുത്, ആരും പോകരുത്. അദ്ദേഹം പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരില്ലായിരുന്നു എന്ന് ആര് പറയുന്നു? കാന്തപുരം നബി മുസ്ലിയ. എത്ര പുസ്തകം ഉദ്ധരിക്കാൻ കഴിയും? എന്നാലേ ഇപ്പൊ പേരെടുത്ത സക്കാഫ് എന്ന് പറഞ്ഞത്, പേരെടുത്ത സക്കാഫ് അറിയാം. റസൂലുള്ളാഹിക്ക് നേരില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഞാൻ നേരുണ്ടെന്ന് പറഞ്ഞു എന്നാണല്ലോ ചോദ്യം. അതിന് മറുപടി അദ്ദേഹം പറയാണ്, ഒരാൾ ചോദിച്ചു നേലില്ല എന്നല്ലേ നമ്മൾ പറയാറുള്ളത്, ഇപ്പൊ നിങ്ങൾ നേരുണ്ടെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം മറുപടി പറയാണ്, നേലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നർത്ഥമില്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നർത്ഥമില്ല. റസൂലുള്ളാഹിക്ക് ചിലപ്പോൾ നേരുണ്ടാവാം, ചിലപ്പോൾ നേരില്ലായിരിക്കാം. ഇതല്ലേ വഹാബിസം, ഇതല്ലേ വഹാബികൾ ആശയം. ഇവിടുത്തെ വഹാബികൾക്കാണ് അവരെ പറഞ്ഞതല്ലേ എന്ത്? നിമിത്തങ്ങൾക്ക് നേരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. സാക്ഷാൽ പേരോടെ ധർമ്മ സഖാഫി വഹാബിസം നിങ്ങൾ ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. സാധാരണ എല്ലാ മുസ്ലിങ്ങളും വിശ്വാസികളൊക്കെ പറയാറുണ്ട് റസൂലുള്ളാഹിക്ക് നേരില്ല. അങ്ങനല്ലേ കിതാബുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂര്യന്റെയോ ചന്ദ്രന്റെയോ പ്രകാശത്തോട് നടക്കുമ്പോ നേരുണ്ടാകാറില്ല. എല്ലാ കിതാബും രേഖപ്പെടുത്തിയത്. അപ്പൊ പിന്നെ പേരോട് ഇല്ല എന്ന് പറഞ്ഞതോ എന്നൊരു ചോദ്യം. നേരില്ല എന്നുള്ളതിന് നിഷേധിച്ചല്ലോ, നേരുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് മറുപടി കേട്ടോളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാം. എപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താ പറഞ്ഞത്? ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നർത്ഥമില്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നർത്ഥമില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. കേട്ടോളൂ. എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നല്ല ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം. ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തണല് കാനലായ അലൽ അർളി, അത് ഭൂമിയിൽ പതിക്കാറില്ല. അങ്ങനെ കിട്ടാലുള്ളൂ. ഇയാൾ പറഞ്ഞെന്താ? ഇടക്കുണ്ടാവും, ഇടക്കുണ്ടാവൂല. എന്നിട്ട് ബാക്കി വാർത്തകൾ വായിക്കില്ല. വാക്കെന്താ? വഅന്നഹു കാന നൂറാ. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മേലെ അത് ഭൂമിയിൽ സംഭവിക്കാറില്ല എന്ന് പറയാൻ കാരണം റസൂലുള്ള പ്രകാശമായിരുന്നു. അതൊരിക്കലും നേരെ ആ പ്രകാശത്തിന് നേരുണ്ടായിരുന്നില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നേരുണ്ടായിരുന്നില്ല. എല്ലാരും എഴുതിയില്ല. മൂപ്പര് പറയാം നേര് ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നർത്ഥമില്ല, ഇടക്കുണ്ടാവാം. ഇന്നത്തെ ഏതാ പുസ്തകം? ഇത് പേരോടിന്റെ സെക്ഷൻ എഴുതിയ പുസ്തകമാണ്. ഇത് പേരോടിന്റെ സെക്ഷൻ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നോട്ടോ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമിയെ കത്തിജ്വലിക്കുന്ന സൂര്യൻ പോലെയാ. സൂര്യന് നേലുണ്ടാവില്ലല്ലോ, തങ്ങളുടെ തിരുദേഹത്തിനും നേലുണ്ടാകില്ല. അത് സദാ പ്രവീശിക്കൊണ്ടിരിക്കുന്നു. സദാ
പേരോട് പറയുന്നതോ ഇടക്ക്, ശിഷ്യം പറയുന്നതോ സദാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ടാ? സുന്നികൾ വിശ്വസിക്കുന്നുണ്ടാ? റസൂലുള്ളാഹിക്ക് ഒരിക്കലും തന്നെ മേലില്ല. ഇപ്പോൾ ഇതാ ഘട്ടം ഘട്ടമായി വഹാബിസത്തിലേക്ക് പോകുന്നു. റസൂലുള്ളാഹിക്ക് മേലുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ആരാ വഹാബിസം പറയുന്നത് കേട്ടോളൂ. ഇനി 2, നമ്മളൊക്കെ വിശ്വസിക്കുന്നെന്താ? നമ്മൾ എന്നല്ല, ഇവരും പഴയ കാലത്ത് ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞെന്താ? ഈ കാണുന്നെന്താ? തിരികേശം മഹത്വം വർത്തമാനം. ആരാ എഴുതിയത്? എ ഹക്കീം സാഹിദ്. ഇതിന് അവതാരിക എഴുതിയാരാ? സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ, അതിന്റെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅർ മുബാറക്ക് കത്തിച്ചാൽ കത്തുകയില്ല, അതിൽ ഈച്ചരിക്കില്ല, അതിന്റെ ശരീരത്തിൽ ഈച്ചരിക്കില്ല. എന്നാ പേരുടെ പറയുന്നു, റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഷഅർ മുബാറക്കിൽ ഈച്ചിരിക്കില്ല എന്ന് കിതാബിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ശരീരത്തിൽ ഈച്ചിരിക്കില്ല എന്നില്ല, പിന്നെ വസ്ത്രത്തിലിരിക്കില്ല എന്ന് കിതാബിലുള്ളൂ. ഏത് പൊട്ടനും മനസ്സിലാവില്ല. വസ്ത്രത്തിലിരിക്കൂലെങ്കിൽ പിന്നെ വസ്ത്രത്തിൽ തന്നെ ഈച്ചിരിക്കില്ല. റസൂലുള്ളാഹിന്റെ ഷർട്ടിൽ പോലും ഈച്ചിരിക്കില്ലെങ്കിൽ പിന്നെ ശരീരത്തിലിരിക്കും. ഇത് ഏതിനാൾക്കൊരാൾ അതറിയില്ലെങ്കിൽ കൂറ്റമ്പാറക്കാരെന്ന് പറയുന്നില്ല, പിന്നെ കേൾപ്പിക്കാം. അതിന് പേരോട് പറഞ്ഞിട്ടോ, പേരോട് ഇബാറ തട്ടിമറി നടത്തുന്നു. ഇതാ പറയുള്ളൂ, ഇവരൊക്കെ കിട്ടണം പറഞ്ഞു. ഇവരൊക്കെ കിട്ടണം നമ്മളെ കയ്യില്. കിതാബ് വെച്ച് കുറച്ച് ചർച്ച ചെയ്യാണ്ട് കിതാബിന്റെ ഇബാറ തട്ടിമറി തന്നുള്ളൂ. പറയട്ടെ. പിന്നെ പ്രവാചകന്റെ മുടിയിൽ ഈച്ച പോലുള്ള വസ്തു ഇരിക്കൂല. ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങളുടെ വസ്ത്രത്തിൽ എന്താ അർത്ഥം ഉസ്താദേ? നിശ്ചയം ഈച്ച ലായക്കോ, അത് ഇരിക്കുകയില്ല, സംഭവിക്കുകയില്ല. അലാ സിയാബിഹി, റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിന്റെ മേൽ. ഈ വാക്കിയുടെ അർത്ഥം നിങ്ങൾ വാക്കെന്താ? ഫളലൻ അൻ ജസദിഹി ശരീർ, എന്നിട്ടല്ലേ ശരീരത്തിൽ ഇരിക്കൽ. ഇതാ കിതാബിലുള്ളത്. ഇയാളെന്ത് ചെയ്തു? ഫളലൻ അൻ ജസദിഹി ശരീർ എന്നുള്ള ഭാഗം കട്ട് ചെയ്തു. ഇതാ നമ്മൾ പറഞ്ഞു, ഇവരെ കിട്ടണം, ഇവരെ കിട്ടണം. വഹാബിസത്തിലേക്ക് ചേക്കേറുന്ന ഈ സഖാഫികളെ കിട്ടണം. പറയട്ടെ. നിങ്ങളുടെ വസ്ത്രത്തിൽ ഇരിക്കൂല എന്നാണ് ഇവിടെ ഇബാറത്തിൽ ഉള്ളത്. അതിന്റെ കൂടി ഉണ്ട്, അത് വായിക്കാത്തത് കൊണ്ടല്ലേ. ബാക്കി എന്താ ഉള്ളത്? വസ്ത്രത്തിലിരിക്കില്ലെന്ന് മാത്രമല്ല, എന്താ അത് വായിക്കാത്തത്? എന്നാൽ ഇനി കൂറ്റമ്പാറ പറയുന്നത് കേട്ടോളൂ. കൂറ്റമ്പാറ ആരെന്ന് പറയുന്ന കൂറ്റമ്പാറക്കാരൻ പറയുന്നെന്താ? റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ശരീരത്തിൽ ഒരിക്കൽ പോലും ഈച്ചിരുന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, കുഞ്ഞുനബിയെ സ്നേഹിക്കുന്നവരെ, മുത്തുനബിയോട് അല്പമെങ്കിലും സ്നേഹമുള്ളവരെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മളെ ഇക്കാലം വരെ വിശ്വസിച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശരീരം, ആ ശരീരത്തിൽ ഈച്ചിരിക്കില്ല അല്ലേ സുന്നികൾ വിശ്വസിച്ചത്? അത് കൂച്ചമ്പാറക്കാരെന്ന് പറയുന്നത് കേട്ടോളൂ. പേരോട് പറയുന്ന വസ്ത്രത്തിലിരിക്കില്ല എന്നേ ഉള്ളൂ, ശരീരത്തിൽ ഇരിക്കില്ലെന്നില്ല. ഇതാണോ SSFകാരാ സുന്നത്ത് ജമാഅത്ത്? ഇതിന്റെ പിന്നാലെയാണോ സിന്ദാബാദ് വിളിക്കുന്നത്? അറിയാതെ പെട്ടുപോയ SSFകാരാ പടച്ചവനെ കുറിച്ച് ചിന്തയുള്ളവരെ മാറി ചിന്തിച്ചോ. അല്ലാഹുവിനെ ചെല്ലുമ്പോ പടച്ച റബ്ബ് ചോദിക്കില്ലേ, എടാ നിനക്ക് ആരോഗ്യം നൽകിയിട്ട് ഈ ആരോഗ്യം എന്തിനു ചെലവഴിച്ചു? ആരോഗ്യം നൽകിയിട്ട്, ആരോഗ്യം ലഭ്യമായിട്ട്, യുവത്വം കിട്ടിയിട്ട് എന്താ ഇത്തരത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ആശയങ്ങൾ കണ്ടിട്ട് നീ മിണ്ടാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ, ചെറുപ്പക്കാരാ, SSFകാരാ, എന്റെ മറുപടിയാ പുറച്ചവരോട് നമ്മൾ മറുപടി പറയുക. കുറ്റമറകാരം പറയട്ടെ. ഈച്ചയുടെ കാലിലുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ, ശരീരശുദ്ധിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് നൽകുന്ന ആദരവിനെ വിശ്വാസി ഹൃദയങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഓർമ്മപ്പെടുത്തുന്നത് 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് നബി തങ്ങളുടെ ശരീരത്തിൽ ഒരിക്കൽ പോലും ഈച്ച ഇരിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല. കണ്ടോ? എവിടെ പൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുശരീരത്തിൽ 63 വർഷത്തിനിടയ്ക്ക് ഈച്ചരിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല.
പേരോട് പറയണത് വസ്ത്രത്തിലിരിക്കില്ല എന്നേ ഉള്ളൂ. SSF-കാരാ ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, ഈ കൂറ്റമ്പാറക്കാരന്റെ മദ്ഹബുകാരനാണോ അതോ പേരോട് മദ്ഹബുകാരനാണോ? ഏത് മദ്ഹബിലാണ് എതിർക്കുക? ഒതുക്കാണ്ട് ഞങ്ങൾക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്താൻ നോക്കിയാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ സുന്നത്ത് ജമാഅത്തിന് നിരക്കാത്ത എത്ര വിഷയങ്ങളാണ്. എന്നിട്ട് ഇവിടെ കാര്യമായിട്ട് മറ്റൊന്നെന്താ പറഞ്ഞത്? ഹൈദരലി ശിഹാബ് തങ്ങൾ. ഞാൻ നിർത്തുക. ഹൈദരലി തങ്ങളെ അത് പറയാൻ കൂട്ടാൻ എനിക്ക് എന്ത് അവകാശം? ജീവിച്ചിരിക്കുന്ന തങ്ങന്മാരൊക്കെ ചീത്ത പറഞ്ഞുള്ള പാരമ്പര്യമല്ലേ നിങ്ങൾക്കുള്ളൂ? പാണക്കാട്ടെ തങ്ങന്മാരെ തിരുവറിഞ്ഞിട്ടുള്ള പാരമ്പര്യമല്ലേ നിങ്ങൾക്കുള്ളൂ? നിങ്ങൾക്കറിയോ, പണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുജാഹിദിന്റെ നേതാവ് മരിച്ചപ്പോൾ മയ്യിത്ത് അല്ലേ? പ്രൊഫസർ മങ്കട് അബ്ദുൽ അസീസ് മൗലവി മരിച്ചപ്പോ മങ്കട് അബ്ദുൽ അസീസ് മൗലവിയുടെ വസിയത്തുണ്ടായിരുന്നു, എന്റെ ജനാസക്ക് ആര് നേതൃത്വം നൽകുന്നു? പാണക്കാട്ടെ തങ്ങൾ. കാരണം മുജാഹിദിനാരെ അവിടെ രക്ഷപ്പെടണി പാണക്കാട്ടെ തങ്ങന്മാർ വരണം. അതെല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ പണ്ടൊരു നബി വന്ന് തർക്കായി, അയാളൊരു അംഗീകരിച്ചില്ല. അപ്പൊ അയാൾ കത്തെഴുതി പാണക്കാട്ടെ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ നബിയായിട്ട് അംഗീകരിക്കണം. അപ്പൊ നബിക്കൂടി അറിയപ്പെടാൻ വന്നിട്ട് നബി ആകണമെങ്കിൽ പാണക്കാട്ടെ തങ്ങൾ ഒപ്പുവാണെന്നുള്ളത്. അതെല്ലാവരും മുതിന് പറയാം. രക്ഷപ്പെടണമെങ്കിൽ പാണക്കാട്ടെ തങ്ങൾ ഇമാമ നിൽക്കണം അല്ലേ? എന്നിട്ടതിന്റെ പേരിൽ പാണക്കാട്ട് തങ്ങൾ ആരോപിച്ചില്ലേ നിങ്ങള്? പാണക്കാട്ട് തങ്ങളെ മുഖത്തുതിയാക്കിയല്ലേ നിങ്ങള്? പാണക്കാട്ട് തങ്ങൾ എത്ര ചീത്തയാന്ന് പറഞ്ഞത്, എത്ര തെറിയാന്ന് വിളിച്ചത്. പാണക്കാട്ടെ തങ്ങൾ തങ്ങളല്ല, അത് സോണിയ തങ്ങളാ, പത്മജ തങ്ങളാ, എന്തൊക്കെയാന്ന് പറഞ്ഞത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ രാഷ്ട്രീയക്കാരന്റെ കാലിന്റെ കീഴിൽ കൊണ്ടുപോയി അടിയറ വെക്കുന്ന ആളാ പാണക്കാട്ടെ തങ്ങൾ. നിർഗാനത്തങ്ങൾ പ്രസംഗിച്ചില്ലേ? എന്തൊക്കെയാ ശിഹാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞത് മരിച്ചപ്പോഴോ? സുബ്ഹാനല്ലാഹ്, ശിഹാബ് തങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാ. ഈ നോക്കിങ്ങള് ഹൈദരലി ശിഹാബ് തങ്ങൾ മരിച്ചാലോ ഭയങ്കര ഇപ്പൊ ഹൈദരലി തങ്ങൾ വളരെ മോശപ്പെട്ട. എന്തിനാ സക്കാഫിയെ മരിച്ചു പോകണ്ടേ? അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഈ സാലിഹീങ്ങളെ കുറ്റം പറഞ്ഞിട്ട്, തങ്ങന്മാരെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ കൂട്ടരെ മുത്തുനബിയെ വേദനിപ്പിക്കുന്നത്? വേണ്ട സക്കാഫി, വേണ്ട. പരലോകം നഷ്ടപ്പെട്ട ലോകം ഏർപ്പാടാ. കളിക്കണ്ട സക്കാഫി, പാണക്കാട്ടെ തങ്ങന്മാരെ കൊണ്ട് കളിക്കണ്ട. എന്തൊക്കെയാ പറഞ്ഞത്? പാണക്കാട്ടെ തങ്ങൾ പെണ്ണുങ്ങളൊപ്പം പോയിരിക്കുകയാണ്. ഇത് പറയാൻ ഇവർക്ക് എന്ത് അധികാരമുള്ളത്? നബ്ബർ തങ്ങളെ കണ്ടു, ഖലീൽ ബുഖാരി തങ്ങളെ അപ്പുറത്തുപ്പുറത്ത് രണ്ട് പെണ്ണുങ്ങളെ. ഒരു കുഴപ്പമില്ല. ഖലീൽ ബുഖാരി തങ്ങൾക്ക് അപ്പുറത്ത് രണ്ട് പെണ്ണുങ്ങളെ കണ്ണുറിച്ച് നോക്കുകയാണ്, എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. അല്ല, ഇരുത്തട്ടെ, ഞാൻ പെണ്ണല്ല പറഞ്ഞത്. ഒരു കുഴപ്പമില്ല. പാണക്കാട്ട് അങ്ങനെ ഇവർക്ക് ഇരുന്നാലും പാണക്കാട് അങ്ങ് മരിച്ചു കുഴപ്പം, ഇവർക്ക് എന്തായാലും കുഴപ്പമില്ല. ഇനി വേറെ സക്കാഫികളുണ്ടോ? ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചല്ലോ ഇവിടെ ഇടാൻ. നിങ്ങൾ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ചെയ്യും. ഈ ഒരു സക്കാഫിയെ കൂടെ നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്താൻ വേണ്ടി ചങ്ങല കൊടുത്തിട്ടുണ്ട്. മുപ്പര കയ്യെവിടെ? സുന്നത്തെ മാത്ത് മുറുകി പിടിച്ചിട്ടേ ടീമിന്റെ കയ്യുമേ സുന്നത്തെ മാത്ത്. നാളുണ്ട് കൂട്ടരംഗത്ത് നിങ്ങൾക്ക് എന്ത് സുന്നത്തെ മാറ്റാണ് അവകാശം? ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ? ഇനി ഓരോന്നുണ്ട് കാന്തവർ വരുന്നില്ലേ സ്ത്രീകളെവിടെ? അതൊക്കെ തീർത്തിട്ട് പോരെ പാണക്കാട്ടെ പൂമത്തിന് കുറ്റം പറയാൻ? പൊറുക്കും നിങ്ങളുടെ സമൂഹം. പാണക്കാട്ടെ എന്തിനാണിതൊക്കെ? പാണക്കാട്ടെ തങ്ങന്മാരെ കുറ്റം പറഞ്ഞ് നടക്കണ്ട. പരലോകം നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറയണ്ട, അത് കുറച്ചുകൂടി നല്ലത്. നിങ്ങളെ കൂട്ടത്തിൽ ആയത്തെ കെട്ടിമറിക്കുന്ന ഒരു നഈമില്ലേ കൊല്ലത്തുകാരൻ, അയാളൊന്ന് വാഴ പറയട്ടെ. മക്കളാകുന്ന അഹ്ലുബൈത്തിനെ അവരുടെ അഡ്രസ് ചോദ്യം ചെയ്യാനും അവരെ ചീത്ത പറയാനും ഇറങ്ങിയാൽ ശിഹാബ് തങ്ങൾ ഇവിടെ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണെന്ന് പ്രസംഗിച്ചില്ലേ? അവരവരുടെ ഡോക്യുമെന്റുകളിൽ ഇറങ്ങിയില്ലേ? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ വേദനിപ്പിച്ചു പോയാൽ അത് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കല്ലേ മോനെ? അത് ഞങ്ങളോട് പറയല്ല മോനെ.
മൈക്കൊന്ന് അങ്ങോട്ട് തിരിച്ചു വെക്കൂ, വഹാബ് സക്കാഫിന്റെ മമ്പാട്ടേക്ക്, അവിടത്തേക്ക് പറഞ്ഞു കൊടുക്കൂ മോനെ. എന്താ പറഞ്ഞത്? പാണക്കാട്ടെ തങ്ങന്മാരെ ചീത്ത പറഞ്ഞാൽ, ശിഹാബ് തങ്ങളെ ചീത്ത പറഞ്ഞാൽ പരലോകം നഷ്ടപ്പെട്ടു നേർപ്പാടാ. അത് നിങ്ങൾ അനുസൃതം തുടരണം. നിങ്ങൾക്ക് പറയാം, അപ്പോൾ നിങ്ങളെ കോപ് തിരിച്ചറിയും. ഞാൻ മരുന്ന് നോക്കുന്നത് ഹൈദർഷാദ് തങ്ങൾ വഫാത്തായ പിറ്റേ ദിവസം കാതൽ, ഇങ്ങനെ തങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മഹ്റജിന് അങ്ങനെ അടക്കം വരും. ജീവിച്ചിരിക്കുമ്പോഴോ പിറക്കപ്പിറക്കാർ, ജീവിച്ചിരിക്കുമ്പോ ഒരു തങ്ങളെയും നിങ്ങൾക്ക് പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്താൻ പോകുകയാ. ഇവിടെ തങ്ങന്മാരെ കൊണ്ടല്ലേ ദീൻ വളർന്നത്. ആ തങ്ങന്മാർ ചെയ്ത സേവനം എത്രയാ. പേരോട് പോലും പറഞ്ഞിട്ടില്ലേ കുറ്റിയാടിയിൽ അവരെ സ്ഥാപനത്തിന് പോലും ഗൾഫിൽ പോയപ്പോ അറബികൾ പറയുന്നു, പാണക്കാട്ടെ തങ്ങളെ എടുത്തു വേണം. എത്രയാ നിങ്ങൾ തിരിച്ചുണ്ടാക്കിയത്. പാണക്കാട്ടെ തങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തങ്ങളെ കുറ്റമാണല്ലേ, തങ്ങളെ നിങ്ങൾക്ക് പ്രയാസമാണല്ലേ, തങ്ങളിരിക്കുന്നത് പ്രയാസമാണല്ലേ. ഇരുന്ന പ്രശ്നമല്ല, കലൽ ഭാരതങ്ങളിരുന്ന പ്രശ്നമല്ല, ഉള്ളൂർക്കര പിടിച്ചാലും പ്രശ്നമില്ല. പാണക്കാട്ടെ തങ്ങളൊന്ന് ഇരുന്ന, പാണക്കാട്ടെ തങ്ങളൊന്ന് സന്ദർശിക്കേണ്ട അനിവാര്യ ഘട്ടത്തിലൊന്ന് സന്ദർശിച്ചാൽ അതൊക്കെ ശിർക്കാണ്, തെറ്റാണ്, വിധേയത്താണ്. ഈ ഫോട്ടോയിലേക്കൊന്ന് നോക്ക് നിങ്ങൾ. ആരാണ് ുന്നത്, പിന്നിലാരായിരിക്കുന്നത്, കൂടാരായിരിക്കുന്നത്, ഇതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. വഹാബ് സക്കാഫിയെ തോണ്ടാൻ നിൽക്കുന്ന നിങ്ങളെ കയ്യിൽ ഒരുപാട് ക്ലിപ്പുകളുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലമാണ് നിങ്ങൾ സനദാണെന്ന് പറഞ്ഞത് മാറ്റി പറഞ്ഞത്, നെസബയാണെന്ന് പറഞ്ഞത്. എന്തിനേറെ റഷീദ് സക്കാഫി ഏലങ്കുള അദ്ദേഹം പറഞ്ഞില്ലേ, ദിശാ മാഹിയോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, ആ സനദൊക്കെ വ്യാജമാ, ആ പരമ്പരയൊക്കെ വ്യാജമാ. അതേ, ആ പരമ്പര കള്ളപ്പരമ്പരയാ. അത് ത്വരീഖത്തിന്റെ മശായിഖന്മാര് എഴുതി വെച്ചതങ്ങ് കയറ്റിക്കൂട്ടിയതാ. വിശാന്മായോട് പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ അതിന്റെ ക്ലിപ്പുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തത് കൊണ്ടാ. ലോകത്ത് സനത് വേണമെന്ന് പറഞ്ഞ് കേരളത്തിൽ ഈ മുടിവാദമുണ്ടായപ്പോൾ രംഗത്ത് വന്നതാരാ? സാക്ഷാൽ ചാന്തപുരം അബൂബക്കർ മുസ്ലിയാരല്ലേ? അതേ പേരോട് പ്രമാ സക്കാഫിയല്ലേ? പേരോട് പ്രമാ സക്കാഫി പല ഭാഗത്തും പ്രസംഗിച്ചില്ലേ? മർക്കസെന്ന് പറഞ്ഞില്ലേ? പേരോട് കഴിഞ്ഞോ ഇല്ലല്ലോ. വടകര വെച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുരത്തെ ഉയർത്തിക്കൊണ്ട് തന്നെ പേരോട് പറഞ്ഞില്ലേ, സനത് കൊണ്ടാ കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുന്നത്. പറഞ്ഞില്ലേ പേരോട് സക്കാഫി? എത്ര ക്ലിപ്പുകളായ സിസ്റ്റപ്പുകാരാ കാണിച്ചു തരാ ഞങ്ങളെ കയ്യിലുള്ളത്. സമയത്തിന്റെ പരിമിതി മൂലം എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സനത് ചോദിക്കുന്നവൻ കാഫറാണെങ്കിൽ ഞാൻ പറയട്ടെ, ഒന്നാമത്തെ ആൾ കാന്തപുരം ആവണ്ടേ, രണ്ടാമത്തത് പേരോട് പ്രമാ സക്കാഫി ആവണ്ടേ. പേരോട് പോയില്ലേ സനത് ചോദിക്കാൻ? കാന്തപുരത്തിന്റെ അരികിൽ പോയി. എന്തിനാ വന്നത് പേരോട് ചോദിക്കുമ്പോ? സാക്ഷാൽ കാന്തപുരം പറഞ്ഞിൽ കാന്തപുരത്തിനോട് പേരോട് പറഞ്ഞില്ലേ, ഉസ്താദേ സനത് ചോദിക്കാനാ, സനത് കാണാനാ, കണ്ടോ ബോധ്യപ്പെട്ടു, ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ പേരോടല്ലേ സാലിബത്തുൽ സക്കാഫി എന്ന് പറഞ്ഞ് വഹാബ് സക്കാഫിയെ മനസ്സിലാക്കണം. പേരോട് പ്രമാ സക്കാഫിയല്ലേ? പറയാൻ പറ്റുമോ പേരോട് കാഫിറ, കാന്തപുരം കാഫിറ? അതൊക്കെ എണ്ണി തീർക്കോ? എന്നിട്ട് ഈ സമസ്തയുടെ ആലിമീങ്ങളെ കുറിച്ച് പറയാ, SKSന്റെ പ്രവർത്തകന്മാരെ കുറിച്ച് പറയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശിശുക്കാരോട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ അറിയാതെ പെട്ടുപോയ പാവങ്ങളാണ്. ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സ്നേഹത്തോടെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ സത്യം മനസ്സിലാക്കി സത്യത്തിനോട് കണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരും കൂടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തർ നിർത്തിക്കൊണ്ടിരിക്കുന്നു, ഓരോരുത്തർ സംസ്ഥയുടെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണ് മാറി നിൽക്കുന്നത്? കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇത് ലോകത്തിന്റെ വിദ്വാങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നു. സാന്ദർഭികമായിട്ട് ഞാൻ നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദരന്മാരൊക്കെ നെറ്റ് ഉപയോഗിക്കുന്നവർ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ, മൊബൈൽ ഉപയോഗിക്കുന്നവർ, നിങ്ങൾക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രേക്ഷകരായി മാറണം. ഇന്ന് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ നമുക്ക് അല്ലാഹു നൽകിയൊരു സംവിധാനമാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള സംരംഭങ്ങൾ നടക്കുമ്പോൾ തത്സമയം നിങ്ങൾ കാണാനുള്ള
പുളിക്കൽ നടന്ന സംവാദ വ്യവസ്ഥ അത് ലൈവായി കണ്ടിരുന്നുവെങ്കിൽ ആർക്കും തെറ്റിദ്ധാരണ വരികയില്ല. അത് കാണാതിരിക്കുമ്പോൾ ഫേസ്ബുക്കിലൂടെ കണ്ടോ സന്നദ്ധ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ അങ്ങനെ വിഷയം ഉണ്ടായിട്ടില്ല. അപ്പൊ അത് കാണാനുള്ള ഒരു മാർഗമാണ് SKSന്റെ പ്രവർത്തകന്മാർ ഒരുക്കിയിരിക്കുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. അൽഹംദുലില്ലാഹ് വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ നല്ലവരായ ആളുകൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് വിദേശത്ത് ജോലിക്ക് പോയ സമയത്ത് ആ ജോലി തിരക്കുകൾക്കിടയിൽ ഈ സന്ദേശം ലോകത്തിന്റെ പതിക്കുകളിൽ എത്തിക്കണമെന്ന ചിന്തയോടുകൂടി അവർ തുടങ്ങി വെച്ച നല്ലൊരു സംരംഭം. നമ്മളെ പ്രിയപ്പെട്ട നല്ലവരായ അതിനുവേണ്ടി ഓടിച്ചാടി നടക്കുന്ന നിങ്ങളെ പോലെയുള്ള യമാനിയെ പോലെയുള്ള മൻസൂറിനെ പോലെയുള്ള ബാറക്കിനെ പോലെയുള്ള ധാരാളം ആളുകൾ അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങൾ നല്ലവരായ സഹോദരന്മാർ അവരുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ അഭിവൃദ്ധി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ഒരുമിച്ച് വിട്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ സംരംഭത്തിനുവേണ്ടി കഷ്ടപ്പെട്ട ആളുകൾ ഓടിച്ചാടി നിർന്ന ആളുകൾ അല്ലാഹുവേ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റണേ റഹ്മാനെ. ാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളെ കൊണ്ട് ഞങ്ങൾ തെളിയിക്കാൻ, അത് റസൂലുള്ളാഹിന്റെ അല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ ഇനിയും ഒരുക്കമാണ്. അത് എവിടെ വെച്ചുകൊണ്ടുമാവാം, ഇവിടെ വെച്ചോ എവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ബഹുമാനപ്പെട്ട സഖാഫിക്ക് അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടിട്ടേ പോകാവൂ. ഏതായാലും ഉസ്താദിന്റെ ദയോട് കിട്ടിയൊരു സമ്മാനമാണല്ലോ. ആ സമ്മാനം നിങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.